ആരാധിക്കാൻ കഴിഞ്ഞത് വലിയ ദൈവിക പദവിയാണ്. This morning we will straight away go into the ministry of the word. നേരിട്ട് ദൈവവചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. And after that, as the Lord leads, if any of you have a testimony to share or a word to share, this is a good time to utilize the time in the right way. അതിനുശേഷം നിങ്ങൾക്ക് ദൈവം തന്ന സാക്ഷ്യമോ പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുവാൻ ഉള്ള ബുദ്ധിപൂർവ്വം അത് ഉപയോഗിക്കേണ്ട സമയമുണ്ട്. In this church, when we talk about testimony, ഈ സഭയിൽ സാക്ഷ്യത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ it means a time when Satan is broken. അത് പിശാചിനെ തകരുന്ന ചില നിമിഷങ്ങളാണ്. The Bible says in Revelations 12:11, വെളിപ്പാട് 12:11 ഇങ്ങനെ പറയുന്നു, they overcame him by the blood of the lamb and by the word of their testimony. സ്വർഗ്ഗത്തിലെ വിശുദ്ധന്മാർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവരുടെ സാക്ഷിയും വചന നിമിത്തവും And it is that kind of a testimony that I look forward to. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. God has been good to me. ദൈവം എനിക്ക് നല്ലവനായിരുന്നു. I have been able to overcome certain difficulties of my life. ജീവിതത്തിലെ പ്രയാസങ്ങൾ അതിജീവിക്കാൻ എനിക്ക് ദൈവത്താൽ I may not be perfect, but God is perfect. ഞാൻ പൂർണ്ണനല്ല എങ്കിലും എൻ്റെ ദൈവം പൂർണ്ണനാണ്. I am looking for words of declarations of praise and thanksgiving in the church. ദൈവവചനത്തിലുള്ള പ്രത്യാശയോട് കൂടിയുള്ള പ്രഖ്യാപനങ്ങൾ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ സഭയിൽ നോക്കുകയാണ്. May the good Lord help you in that. അതിനായി നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. This morning we look into the word of God in 2 Peter chapter 3 verses 11 to start with. 2 പത്രോസ് 3:11 വാക്യം നമുക്ക് തുടങ്ങാം. Kindly remind me after the time of testimony, there are a couple of announcements to make. Please remind me to make those announcements, and also please remind me of birthdays and wedding anniversaries, and after that I will say the benediction. ഹല്ലേലൂയ. സാക്ഷ്യത്തിന് ശേഷം പ്രത്യേകമായിട്ടുള്ള ചില അനൗൺസ്മെന്റുകൾ നടത്താനുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേ ആൻഡ് വെഡിങ് ആനിവേഴ്സറിയുടെ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അതിനുശേഷം നമുക്ക് ആശീർവാദം പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കാം. 2 Peter chapter 3 verses 11. 2 പത്രോസ് 3:11. The Bible tells me in the English King James Version, seeing then all these things shall be dissolved, what manner of persons ought you to be in all holy conversation and conversation and godliness. നമ്മൾ വായിക്കുന്നു, ഈ നമ്മളെ കാണുന്നതൊക്കെ അഴിവാനുള്ളതായിരിക്കാൽ നമ്മൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. Number one, I want to divide that word. ആ വചനത്തെ ഞാൻ വിഭജിക്കുകയാണ്. It says about all the things that are going to be dissolved. ഇവിടെ നമ്മൾ വായിക്കുന്നു സകലതും അഴിഞ്ഞു പോകും. The Bible says the world and all its lust shall dissolve, shall be ended. ദൈവവചനം പറയുന്നു ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. And only those who do the will of God and abide in the will of God will last. ദൈവവചനം ചെയ്യും അതിൽ നിലനിൽക്കും ചെയ്യുന്നവൻ എന്നേക്കും നിൽക്കും. Only the word of God is going to stand. ദൈവവചനം മാത്രമേ നിത്യമായി നിലനിൽക്കുകയുള്ളൂ. That is the reason why in the church I keep on encouraging you brothers and sisters to speak the truth in love. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും നിങ്ങളെ സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. This morning in the Bible study also the Lord led us to speak the truth in love. ഇന്ന് രാവിലെ ബൈബിൾ സ്റ്റഡിയിലും സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ ദൈവം നമ്മളെ പ്രചോദിപ്പിച്ചു. Keep on speaking the truth in love. ഹല്ലേലൂയ. തുടർമാനമായിട്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. When you speak the word of God in truth and love, this morning I said there's going to be a big change in your atmosphere. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാൻ ഇടയായി സ്നേഹത്തിൽ സത്യം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വലിയൊരു വ്യത്യാസം നടക്കും. God is expecting us to be something. നമ്മൾ എന്തെങ്കിലും ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. In Christ Jesus we already have become something. ഇന്ന് ക്രിസ്തുയേശുവിൽ നമ്മളെ ഒരു പ്രത്യേക ഹല്ലേലൂയ അധികാരം നമ്മൾ പകരപ്പെട്ടിരിക്കുന്നു. What are we in Christ Jesus? നമ്മൾ എന്താണ് ക്രിസ്തുയേശുവിൽ? We are sons of God in Christ Jesus. നമ്മൾ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ മക്കളാകുന്നു. John 1:12 says, whoever received him, he gave them the right and the authority to become the sons of God. യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. So we are sons of the kingdom of God. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ. And the Bible tells me in Galatians chapter 4 verses 4 to 6, if you are sons, then the spirit of the son calling out Abba Father is inside you. ഗലാത്യർ 4:4 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. So we are already sons of the kingdom of God. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. And again in the book of Romans chapter 5 verses 1 it says, റോമാലേഖനം 5:1 നമ്മൾ വായിക്കുന്നു, therefore you who are justified by faith have peace towards God. അവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. In other words, God has made us righteous in Christ Jesus. മറ്റൊരർത്ഥത്തിൽ ദൈവം നമ്മളെ യേശുക്രിസ്തുവിൽ കൂടി നീതീകരിച്ചിരിക്കുന്നു. This morning I want to tell you the blessings are always on righteous people.
ഇന്ന് രാവിലെ ഞാൻ വീണ്ടും വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ നീതിമാന്മാരുടെ മേലാണ്. You may be imperfect, I may be imperfect, but remember, there is somebody who is perfect and who fills in his church his fullness to all those who want. ഓ, നിങ്ങളും ഞാൻ ഒരുപക്ഷെ അപൂർണരായിരിക്കാം, എന്നാൽ നിങ്ങളെ എന്നെയും നീതീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയാൽ. The Bible also says, I'm sorry. Go ahead. The Bible also says that in Christ Jesus we have been made perfect. ഓ, വീണ്ടും ദൈവം നമ്മളെ ഓർമ്മിക്കുന്നു, ക്രിസ്തുയേശുവിൽ ദൈവം നമ്മളെ പരിപൂർണരാക്കിയിരിക്കുന്നു. That means Christ has already completed all the work that needs to be done for us. നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ക്രിസ്തുയേശു നമുക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു. What is our responsibility, precious people? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? It's to say yes and amen to all that he has done. ദൈവം ചെയ്തതിനോടെല്ലാം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നതാണ് നമ്മുടെ And we ഉത്തരവാദിത്വം. are called to be what he wants us to be. അവൻ നമ്മളെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു അതായാൽ മതി. Let me give you 3 or 4 B's this morning. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കട്ടെ എന്നുള്ള 3-4 കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം. Let us, number 1, be thankful always. Just this എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും ദൈവം പറയുന്നു. verse. Psalms 104. ഹല്ലേലൂയ. 100-ാമത്തെ സങ്കീർത്തനം 4-ാം വാക്യം. Enter into his gates with thanksgiving and into his courts with praise. Be thankful unto him and bless his name. അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതികളോടും അവന്റെ വാതിലിൽ സ്തോത്രത്തോടും കൂടെ വരിക. ഹല്ലേലൂയ, സ്തോത്രം. അവന് നന്ദിയുന്ന സ്തോത്രയാഗം അർപ്പിക്കുക. We are called to be a thankful people. ഓ, നന്ദിയുള്ളവരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. No matter what your circumstances, നിങ്ങളുടെ സാഹചര്യം എന്തായാലും let us always be thankful. എപ്പോഴും ദൈവത്തോട് നന്ദി Are you പറയുന്നവരാണ്. going through happy times? നിങ്ങൾക്ക് സന്തോഷമാണോ? Let us thank the Lord with rejoicing in our hearts. ഉല്ലാസത്തോടെ ദൈവത്തിന് നന്ദി പറയാം. Because God is the reason why we are. നമ്മളായിരിക്കുന്നതിന്റെ കാരണം കർത്താവാണ്. Are you going through difficult times? നിങ്ങൾ പ്രയാസത്തിലൂടെ പോവുകയാണോ? Put both your hands up and say, thank you, Lord. രണ്ട് കരം ഉയർത്തി കർത്താവേ നന്ദി എന്ന് പറയുക. Because God has a plan for you in your difficulty. നിങ്ങളുടെ പ്രയാസത്തിന്റെ മധ്യ ദൈവത്തിന് ഒരു പദ്ധതി Without നിവർത്തിക്കാനുണ്ട്. God's knowledge, nothing will happen to you. ദൈവത്തിന്റെ ഇഷ്ടം കൂടാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. Are people making problems for you? ആളുകൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയാണോ? Rejoice and be exceedingly glad. ഉല്ലസിച്ച് ഘോഷിച്ച് ദൈവത്തിൽ Because സന്തോഷിക്കുക. God has a plan for you even in your adversity. നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു God's പദ്ധതിയുണ്ട്. master plan begins to unveil sometimes when you're alone. ഓ, നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്തായ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി A തുറക്കുന്നത്. promotion is coming for the church. Remember, I told you. ഓർക്കുക, സഭയ്ക്ക് ദൈവം ഒരു ഉയർച്ച But കൊണ്ടുവരികയാണ്. before a promotion comes, child of God, എന്നാൽ പ്രമോഷന് മുമ്പ് God may allow you to go through a little bit of breaking up. ചില നുറുക്കത്തിൽ കൂടെ പോകാൻ ദൈവം ഒരുപക്ഷെ But അനുവദിക്കാം. after the time of breaking up, എന്നാൽ നുറുക്കത്തിന് ശേഷം eye hath not seen nor ear heard what God has kept for his children. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ദൈവത്തെ The Bible സ്നേഹിക്കുന്ന. tells me in Psalms 66:12, 66 സംഗീതം 12 വാക്യം പറയുന്നു, you made men to ride over our heads. നീ ഞങ്ങളെ മനുഷ്യരെ ഞങ്ങളുടെ മേൽ തലമേൽ കയറി You made ഓടിക്കുമാറാ. us to pass through waters and you made us to pass through fire. ഞങ്ങൾ വെള്ളത്തിലും തീയിൽ കൂടി കടക്കേണ്ടി വന്നു. But finally, you brought us into a land, a place of plenty. എന്നാൽ എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. Child of God, are you going through any kind of a problem? ദൈവ പൈതലേ, നിങ്ങൾ പ്രയാസപ്പെടെ പോവുകയാണോ? Are people unjustly criticizing you and accusing you? നിങ്ങളോട് തന്നെ അനീതിയായിട്ട് അനീതി പ്രവർത്തിക്കുന്നുണ്ടോ? In the midst of that, God has declared the wonders of Zion upon his life. ഓ, ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ സിയോനിലെ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ കൽപ്പിച്ചിട്ടുണ്ട്. In Jesus' name, if you begin to thank the Lord for all your adversities, നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും ഓർത്ത് യേശുവിന്റെ നാമത്തിൽ പിതാവിനെ സ്തുതിക്കുക. God is exalted in the heavens on your behalf. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തെ ഉയർത്തുകയാണ്. Greater is he who is in you than who is in the world. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. The one who has promised is faithful. ഓ, നിങ്ങളുടെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. Psalms 43:1 tells me like this. 43:1 എന്ന് പറയുന്നുണ്ട് Do അവിടെ. not fear, child of God. ദൈവമേ, ഭയപ്പെടരുത്. You are precious to me. ദൈവത്തിന് നിങ്ങൾ If you വിലയേറിയവരാണ്. pass through the waters, നിങ്ങൾ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, if you pass through the fire, നിങ്ങൾ തീയിൽ കൂടി I, കടക്കുമ്പോൾ, the Lord your God, is your Redeemer. I shall be with you. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം നിന്റെ കൂടെ ഇരിക്കും. Therefore, people of God, in 2013, be joyful and exceedingly glad. ഓ, 2013 നമുക്കെല്ലാം കൊണ്ട് സന്തോഷിച്ച് തുള്ളിച്ചാടാനുള്ള I അവസരമാണ്. want you to know, even a small hair of your head will not fall into the ground without our Heavenly Father's knowledge. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ തലയിലെ ഒരു ചെറിയ മുടി പോലും സ്വർഗ്ഗ പിതാവിന്റെ സമ്മതം കൂടാതെ താഴെ വീഴുകയില്ല. Let us thank the Lord this morning. ഇന്ന്
നമുക്ക് ദൈവത്തെ Thank the സ്തുതിക്കാം. Lord for every adversity in our life. എല്ലാ പ്രതികൂലങ്ങൾക്കായി ദൈവത്തെ Let us സ്തുതിക്കാം. be a church that always gives God glory. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സഭയായി നമുക്ക് തീരാം. You know how excited God will be. അപ്പോൾ ദൈവത്തിന് എത്ര ഉത്സാഹം തോന്നും. In heaven, God is looking here right now. ഇപ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മളെ നോക്കിയാണ്. He tells the angels, ഏഞ്ചൽസിനോട് ദൈവം look പറയുന്നു, at my children there in Philadelphia. ഫിലഡൽഫിയയിലെ എന്റെ കുഞ്ഞുങ്ങളെ നീ നോക്ക്. Their heart is full of thanksgiving. അവരുടെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. I have allowed them to go through the water. അവർ വെള്ളത്തിൽ കൂടെ പോകാൻ ഞാൻ അനുവദിച്ചു. I have allowed them to go through the fire. തീയിൽ കൂടെ പോകാൻ ഞാൻ അവരെ അനുവദിച്ചു. But they do not turn around and complain. They turn up and give me the praise. എന്നാൽ അവർ തിരിഞ്ഞ് പരാതി പറയുകയല്ല, അവർ ആ പ്രയാസത്തിന്റെ മധ്യത്തിൽ എന്നെ സ്തുതിക്കുകയാണ്. I am excited about those group of people. അവരെ പറ്റി എനിക്ക് വളരെ ഉല്ലാസമുണ്ടെന്ന് ദൈവം And പറയുന്നു. God tells the angels, ദൈവം ദൂതന്മാരോട് പറയുകയാണ്, there is no limit of blessings which I will give my people, my chosen people. എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് കൊടുക്കുവാൻ ഞാൻ അനുഗ്രഹം ഒരിക്കലും തടയുകയില്ല. Then Satan goes there. ഒരു പിശാച് അവിടെ ചെല്ലുമ്പോൾ Satan tells God, പിശാച് ഇങ്ങനെ why പറയും, should you bless that fellow? അവനെ നീ എന്തിനാ അനുഗ്രഹിച്ചത്? Why should you bless that miserable woman? ആ സഹോദരി എന്തിനാണ് അനുഗ്രഹിച്ചത്? God says, because she is mine, he is mine. ഒരു കാരണം ദൈവം പറയും, അവളും അവനും എന്റേതാണ്, അതുകൊണ്ട് ഞാൻ I അനുഗ്രഹിക്കും. died on the cross for them. അവർക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചു. Jesus says, it is my blood that was shed for them. എന്റെ രക്തമാണ് അവർക്ക് വേണ്ടി ചൊരിഞ്ഞത്. Satan will stand there and say, no, day before yesterday, some of them were gossiping and backbiting. പിശാച് പറയും, മിനിഞ്ഞാന്ന് അവർ പരദൂഷണം പറഞ്ഞു. God says, that is okay, I forgive them. They have asked me forgiveness, I forgive them. They are free from that. ആമേൻ. ദൈവം പറയും, കുഴപ്പമില്ല, അവരോട് ക്ഷമ ചോദിച്ചു, ഞാൻ അവർക്ക് ക്ഷമ കൊടുത്തു. They have been forgiven by the blood. അവർ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Satan, you cannot accuse one person in this church. In ആ Jesus' name. പിശാച് ഈ സഭയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും അപവാദം പറയുവാൻ നിനക്ക് Nobody is സാധ്യമല്ല. perfect in this church. ഈ സഭയിൽ ആരും പൂർണ്ണരല്ല. But we serve a perfect God എങ്കിലും നമ്മുടെ പൂർണ്ണനായ ദൈവത്തെ who is quick സേവിക്കുന്നു. to forgive our sins. പെട്ടെന്ന് ക്ഷമിക്കുന്ന ദൈവത്തെ And we give glory to him all the time. എപ്പോഴും അവന് മഹത്വം കൊടുക്കും. And God says, now you see, look at my children now. ദൈവം ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞിനെ കണ്ടോ? I have spoken in the word about my forgiveness. എന്റെ ക്ഷമയെ പറ്റി അവരുടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. And they receive it by faith. അവർ വിശ്വാസത്തിൽ സ്വീകരിക്കുകയാണ്. Satan, you cannot touch my children. ആ പിശാച് എന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ നിനക്ക് സാധ്യമല്ല. Anybody under the covering of the church is under the protection of my God. ആ ഈ സഭയുടെ കവറിങ്ങിലുള്ള എല്ലാവരും ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ അണ്ടറിലാണ്. Therefore rejoice and be exceedingly glad. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് തുള്ളി Let ചാടുക. us continuously praise the Lord. തുടർമാനവും എപ്പോഴും ദൈവത്തെ Let സ്തുതിച്ചുകൊണ്ടിരിക്കുക. 2013 be an year of gratitude and had a good attitude of gratitude. ഓ 2013 നന്ദി പ്രകടനത്തിന്റെയും ദൈവത്തോടുള്ള സ്തുതികളുടെയും വർഷമായി തീരട്ടെ. Heaven is excited. സ്വർഗ്ഗത്തിന് ഉത്സാഹമാ. Heaven is so excited, people of സ്വർഗ്ഗത്തിന് God, ഒത്തിരി ഒത്തിരി because ഉത്സാഹം. we choose to give him glory and thanksgiving. നമ്മുടെ കാരണം ദൈവത്തെ മനഃപൂർവ്വമായി സ്തുതിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് Hallelujah. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. Praise the Lord. I'm going to tell you to do something prophetically. പ്രവചനമായി ഞാൻ പറയട്ടെ. Look into the future. ഭാവിയെ നോക്കുക. Look at some of the promises God has given you. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ നോക്കുക. Right now, declare those words in faith, in thanksgiving. ഹല്ലേലൂയ. നന്ദിയോടുകൂടി വിശ്വാസത്താൽ ആ വാഗ്ദത്തങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കുക. There are words of promises God has given upon us. നിങ്ങൾക്ക് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളുണ്ട്. Here is the first one for all of you. ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇതാണ്. You shall be the head and not the tail. നിങ്ങൾ വാലല്ല തലയായിരിക്കും. You shall be the head over your situations. നിങ്ങളുടെ സാഹചര്യത്തിന്മേൽ നിങ്ങൾ തലയായിരിക്കും. You shall be a victor. നീ ഒരു ജയാളിയായിരിക്കും. You shall be a fragrance for the Lord. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു സുഗന്ധമായിരിക്കും. You shall be certified by the Lord. നിങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരായിരിക്കും. God will overcome every obstacle for you. നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം നിങ്ങൾക്ക് ജയം Can തരും. we thank the Lord and say, Lord, let it be to me according to your word. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതി പാടാമോ? കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. I am not called into defeat, I am called into victory. പരാജയത്തിനല്ല ഞാൻ വിളിക്കപ്പെട്ട ജയത്തിനോട്. Who said it? My God said it. ആരാണ് അങ്ങനെ പറഞ്ഞു? എന്റെ ദൈവം My പറഞ്ഞിരിക്കുന്നു. Bible says it. എന്റെ ദൈവം വചനം പറയുന്നു. No man can stand against me in 2013. 2013 ആരും എനിക്ക് എതിരെ തിരിയുവാൻ സാധ്യമല്ല. Who said it? The word says it. ആര് പറഞ്ഞു? എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു. Hallelujah. Amen. Is somebody bothering you unnecessarily? ആവശ്യമില്ല നിങ്ങളെ ആരെങ്കിലും The ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? Bible says, ദൈവവചനം പറയുന്നു. whoever keeps on bothering you will fall by you. ഹല്ലേലൂയ. നിന്നെ കുറ്റം വിധിക്കുന്നവർ നിന്റെ നിമിത്തം വീഴും. No weapon that is fashioned against you shall prosper. നിനക്ക് വിരോധമുണ്ടാക്കുന്ന യാതൊരായും ഫലിക്കയില്ല. And you shall judge the tongue of those who go against you. ന്യായവിസ്താരത്തിൽ നിന്നെ കുറ്റം വിധിക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. This is the right of the servants of God. ഇത് ദൈവത്തിന്റെ ദാസന്മാരുടെ അവകാശമാണ്. Somebody shout an amen in ആമേൻ. praise. ഹല്ലേലൂയ. That is why we look forward and thank the Lord for the great victorious things. ഭാവിയെ നോക്കി ദൈവം തരാൻ പോകുന്ന ജയത്തെ നോക്കി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.
In 2013, our hall shall be filled. 2013 ആളുകളെല്ലാം ആത്മാക്കളെ കൊണ്ടുവരും. Whoever God desires to come into this church, God will bring. ദൈവം ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവം കൊണ്ടുവരും. And whoever God wants to retain, He will retain. നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവം നിലനിർത്തും. As for me and my family, we will continue to serve the Lord. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കും. Hallelujah. Amen. We are a Thanksgiving church. നമ്മൾ സ്തുതിക്കുന്ന സമയം. Hallelujah. Amen. Let's look into the next verse. അടുത്ത വാക്യം നോക്കാം. I would like you to go to Colossians 3:15. കൊലോസ്യലേഖനം 3:15. It says, let the peace of God rule in your hearts, to the which also you are called in one body. Again, Paul says, be thankful. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങൾ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവരായിരിക്കുക. Did you see the word let? ആമേൻ. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുന്നത് കണ്ടോ? It is your choice. ഹല്ലേലൂയ. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. It is my choice. നമ്മുടെ ഇഷ്ടമാണ്. I can choose to let the peace of God rule in my heart, or I can reject it. ദൈവ സമാധാനം എന്നിൽ വാഴുവാനും അതിനെ തള്ളിക്കളയാനും എനിക്ക് അധികാരമുണ്ട്. It is my choice this morning to let the peace of God rule in my heart. എൻ്റെ ഹൃദയത്തിൽ ദൈവീയ സമാധാനം വാഴുവാൻ അനുവദിക്കുന്ന എൻ്റെ താല്പര്യമാണ്. Precious people of God, we can get excited about so many things in the world. ഒരുപാട് കാര്യങ്ങളെ പറ്റി ഉത്സാഹഭരിതരാകാൻ പറ്റും. We can be concerned about who is going to be the next prime minister of Egypt. ഈജിപ്തിന്റെ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്ക് Let me tell you honestly, I don't care. എനിക്കത് വിഷയമല്ല. Whether whoever is the prime minister, we will plant churches in Egypt in Jesus' name. ആര് പ്രധാനമന്ത്രി ആയാലും ദൈവഹിതത്താൽ നമ്മൾ ഈജിപ്തിൽ ദൈവസഭകൾ സ്ഥാപിക്കും. If you can plant a church among Malayalis, you can plant a church anywhere in the world. മലയാളികളുടെ സഭ സ്ഥാപിക്കാമെങ്കിൽ ലോകത്തിൽ എവിടെ നമുക്ക് സഭ സ്ഥാപിക്കാം. Somebody shout an amen. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Praise the Lord. Amen. Praise the Lord. Hallelujah. We will spread the gospel as the Lord gives us opportunity. We will spread the gospel all over the world as the Lord allows us. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്ക് അനുസരിച്ച് ലോകത്തിലെല്ലായിടത്തും യേശുവിന്റെ സത്യസുവിശേഷം നമ്മൾ പ്രചരിപ്പിക്കും. No weapon that is fashioned against you shall prosper. നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധം അതിനായി ഫലിക്കയില്ല. I am not worried who is going to be the next prime minister of India. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് എനിക്ക് I don't care who the next president of America is going to be. അടുത്ത പ്രസിഡന്റ് അമേരിക്കയുടെ ആരാണെന്ന് These എനിക്ക് things don't bother me. ഇതൊന്നും എന്നെ I don't care about things that doesn't concern me. എന്നെ സംബന്ധിക്കാത്ത കാര്യത്തിൽ എനിക്ക് വിഷയമില്ല. David said like this, ദാവീദ് ഇങ്ങനെ പറഞ്ഞു, I will not be concerned about big things. ഞാൻ എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. Psalms 131 or 131 says, David says, I am not concerned about all those big things. ഇതിനെ പറ്റി ഒന്നും എനിക്ക് ഞാൻ ഇതിനെ ഗണ്യമാക്കുന്നില്ല. I am concerned about his word. ദൈവത്തിന്റെ വചനമാണ് എനിക്ക് I am പ്രധാനം. concerned about what he tells me to do. ദൈവം പറഞ്ഞത് ചെയ്യുന്നതാണ് എന്റെ I ഉത്സാഹം. have no other interest. മറ്റു താല്പര്യമില്ല. I am not going to allow these things to take away the peace of God from my life. ഓ ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ സമാധാനം എടുത്തുകളയാൻ ഞാൻ I am going അനുവദിക്കുന്നില്ല. to allow the peace of God in my heart. എന്റെ ദൈവത്തിന്റെ സമാധാനം വാഴണം. And I am going to be thankful all the time. അതിനായി ഞാൻ ദൈവത്തെ എപ്പോഴും സ്തുതിക്കും. I am going to break a yoke from this place right now. ഇവിടെ വന്ന് ഇപ്പോൾ ഒരു നുക ഒടിച്ചു മാറ്റാൻ Many പോവുകയാണ്. people have this inborn nature inside them. അനേകരുടെ ഉള്ളിൽ ഈ സ്വഭാവമുണ്ട്. They are so used to restlessness. അവർക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്വൈരതയില്ല. They never are restful. ഒരിക്കലും സ്വസ്ഥതയില്ല. They always will find something to worry about. എന്തെങ്കിലും അവർക്ക് വിചാരപ്പെടാൻ അവരൊരു കാര്യം If അന്വേഷിച്ചോണ്ടിരിക്കും. they don't have anything to worry about, they will make it a point to create something and start worrying about it. അവർക്ക് വിചാരപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി അതിനെപ്പറ്റി വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. Want to break that? You don't have to ഹല്ലേലൂയ. do that. യേശുവിന്റെ നാമത്തിൽ ആ നുകത്തെ ഒടിക്കാം. That is not the nature of Jesus. യേശുവിന്റെ സ്വഭാവം അതല്ല. What can you do by worrying a little more every day? ഇച്ചിരി കൂടെ നീ വളരെ ചിന്താകുലയായതുകൊണ്ട് എന്ത് സാധിക്കും? Jesus said you cannot even add 1 cubit of height to your stature by worrying. നിന്റെ വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു ഇഞ്ച് നീളം കൂട്ടാൻ നിനക്ക് കഴിയും. Do not worry, people. വിചാരപ്പെടരുത്. Can we submit to God right now? ഇപ്പൊ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. I tell you, when we continuously worry, it is difficult for us to thank the Lord. ഹല്ലേലൂയ. നമ്മൾ വിചാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ ബുദ്ധിമുട്ടാണ്. Who's going to take care of my pension? ആരെന്റെ പെൻഷന്റെ കാര്യം Who's going to take care of my whatever future? എന്റെ ഭാവിയെ ആര് കരുതും? Who's going to get what is going to happen to this, that? Worry. ആ കാര്യം എങ്ങനെ ഈ കാര്യം എങ്ങനെ എല്ലാത്തിനും ചിന്താകുലതയാണ്. Bring all those worries out in Jesus' name. യേശുവിന്റെ കരങ്ങളിലേക്ക് ആ ചിന്താകുലതകളെ ഏൽപ്പിച്ചു കൊടുക്കാം. Hand it over to Jesus. യേശുവിന് കൈമാറാം. I have told this to many people. അനേകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. God's plan is wherever you have been humiliated, God will raise you up in the same place. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിന്ദിക്കപ്പെട്ട ഇടത്ത് തന്നെ നിങ്ങളെ ഉയർത്തുകയാണ്. I have experiences like that in my life. എന്റെ ജീവിതങ്ങളുടെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. Wherever Satan has humiliated me, in exactly the place God has lifted me. പിശാച് എവിടെ ഒതുക്കാൻ ശ്രമിച്ചു അവിടെ തന്നെ ദൈവം എന്നെ ഉയർത്തി. Wherever, he will not take you to some other place. മറ്റു സ്ഥലത്തല്ല, അവിടെ തന്നെ. Right where you are humiliated, right there God will lift you up. എവിടെ നീ നിന്ദിക്കപ്പെട്ടു അവിടെ തന്നെ നിന്നെ കൊണ്ടുവന്ന് അവിടെ തന്നെ നിന്നെ What ഉയർത്തും. are you worried about? എന്താണ് നിന്റെ വിചാരം? Are you worried about your past life? കഴിഞ്ഞ കാലത്തെ പറ്റിയാണോ വിചാരം? Are you scared that people will make fun of you ആളുകൾ നിങ്ങളെ കളിയാക്കുമെന്നുള്ള ചിന്തയാണോ? because you did something foolish? എന്തോ മണ്ടത്തരം കാണിച്ചതുകൊണ്ട് Hand over those sins today. ആ പാപങ്ങൾ യേശുവിന് കൊടുക്കുക.
rise up in the newness of life. യേശുവിന്റെ നാമത്തിൽ ജീവന്റെ പുതുക്കത്തിൽ God എഴുന്നേൽക്കുക. loves you. God wants you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. When you confess your sins, God forgives you. ദൈവം നിങ്ങളെ പാപങ്ങൾ ഏറ്റുപറയുന്നു. God has no partiality, precious people. ദൈവത്തിന് ആരോട് യാതൊരു He പക്ഷഭേദങ്ങളും ഇല്ല. loves all his children equally. തന്റെ എല്ലാ കുഞ്ഞുങ്ങളെ ഒരുപോലെ ദൈവം I സ്നേഹിക്കുന്നു. want every person in the church, including the children, to know that He is a forgiving God. ഇവിടെയുള്ള ഓരോരുത്തരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇത് മനസ്സിലാക്കണം. അവൻ ക്ഷമിക്കുന്ന ദൈവമോ. And now, just tell the Lord like this. ഇങ്ങനെ കർത്താവിനോട് പറയൂ. Lord, I know worry is a part of the Adamic culture. കർത്താവേ, ആകുല ചിന്തകൾ ആദാമ്യ സ്വഭാവത്തിന്റെ പാപം From the ഞാൻ അറിയുന്നു. time I was born, ഞാൻ ജനിച്ചപ്പോൾ മുതൽ I've been used to this worrying syndrome. ഈ ആകുല ചിന്തയാൽ ഞാൻ പരാജയപ്പെടുകയാണ്. I want to ask you a big forgiveness. ഇന്ന് ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കും. I am a baptized person. ഞാൻ സ്നാനപ്പെട്ടവനാണ്. Therefore, I have been baptized in the death of Christ. അതുകൊണ്ട് യേശുവിന്റെ മരണത്തോട് ഞാൻ സ്നാനപ്പെട്ടു. The old man is on the cross. പഴയ മനുഷ്യൻ ക്രൂശിലാണ്. But I really want to make sure that I'm free from the old man on the cross. എന്നാൽ പഴയ മനുഷ്യൻ ഞാൻ സ്വതന്ത്രനാണെന്നുള്ള ഉറപ്പ് എനിക്ക് ഇന്ന് കിട്ടണമേ. I want to be a partaker of the divine nature. എനിക്ക് സ്വർഗീയ സ്വഭാവത്തിന് കൂട്ടാളിയാവാൻ എന്നെ സഹായിക്കും. I want to get rid of this worry nature. ഈ ആകുലതയിൽ എനിക്ക് വിടുതൽ വേണം. I want that smile to come on my face automatically. യോ സ്വാഭാവികമായി ആ പുഞ്ചിരി എന്റെ മുഖത്ത് എപ്പോഴും കാണണം. Not something I put on. ഞാൻ കൃത്രിമമായിട്ട് സ്ഥാപിക്കുന്നതല്ല. I want to be happy all the time. എനിക്ക് എപ്പോഴും സന്തോഷിക്കണം. Thank you, Jesus. Hallelujah. As I'm going to pray this prayer, പ്രാർത്ഥന ഞാൻ we're പ്രാർത്ഥിക്കുന്നു. going to break that worry nature. ഹല്ലേലൂയ. ആ ആകുലതയുടെ ആ മുഖം ഇവിടെ നിന്ന് യേശു അടിച്ചു It's മാറ്റും. going to be taken away from you. നിങ്ങൾ അത് എടുത്തു മാറ്റപ്പെടും. And some of you will feel very upset because you have been used to that for a long time. നിങ്ങൾ ചിലർക്ക് നിരാശ തോന്നും, കാരണം നിങ്ങൾ എപ്പോഴും അതിനെ അടിമപ്പെട്ട് But കിടന്നവരായതുകൊണ്ട്. tell the Lord, ഇങ്ങനെ കർത്താവിനോട് പറയൂ. I reject every liking towards that nature of mine. ആകുലതയോടുള്ള എന്റെ എല്ലാ താല്പര്യങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ മുറിച്ചു കളയുന്നു. Lord, I am taking over the divine nature today. ഇന്ന് ഞാൻ സ്വർഗീയ സ്വഭാവം ഞാൻ സ്വീകരിക്കുക. Instead of my worrying nature, എന്റെ ആകുല സ്വഭാവത്തിന് I am പകരമായി taking on Jesus. ഞാൻ യേശുവിനെ സ്വീകരിക്കുക. I'm taking on the character of Jesus. യേശുവിന്റെ സ്വഭാവത്തെ സ്വീകരിക്കുക. Are you ready, people of God? നിങ്ങൾ ഒരുക്കമാണോ ദൈവജനമേ? You already lift up your hands. I don't want to see. ഒരുക്കമാണെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തുക. Father, in the name of Jesus, Thank you. we corporately ask you forgiveness for worrying when we should be thanking you. Yes, Lord. Thank you. Lord, we don't want that syndrome of the children of Israel who kept on worrying and not giving you thanks. And finally, Lord, you had to destroy them in the desert because they were unthankful and unholy. But as for us, every one of us and our children, we want to be thankful automatically. We want to lay down that spirit of worry, the nature of worry. We pray that you will have your way with us right now. In the name of Jesus, according to the authority that God has given me, I come against every Adamic nature and adamant nature of worry. I break its power upon the congregation. This people shall not be a worrying people. They shall be a thankful people. They shall always be thanking God. In Jesus' name we declare it. And the people of God said, Amen. the people of God said, Amen. the people of God said, Amen. Amen. Hallelujah. Praise God. God bless you. Thank you, Father. Let's go to the next thing God wants us to be. നമ്മൾ ആയിരിക്കേണ്ട അടുത്ത കാര്യത്തിലേക്ക് 1 Thessalonians chapter 5 verses 17. 1 തെസ്സലോനിക്കർ 5:17 വാക്യം. I want to thank each one of you as you are so much cooperating in the ministry of the word. God bless you for ദൈവവചന that. ശുശ്രൂഷയിൽ നിങ്ങൾ സഹകരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 1 Thessalonians 5:17. 1 തെസ്സലോനിക്കർ 5:17. It says, pray without ceasing. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. In Luke chapter 18:1, ലൂക്കോസിന്റെ 18:1 Jesus told his disciples യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, that you must pray all the time. നിങ്ങൾ ഹല്ലേലൂയ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. And Paul, you see in his life, he's always praying. നമുക്കറിയാം പൗലോസ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന And മനുഷ്യനാണ്. he was an apostle. അപ്പോസ്തലനാണ്. He had so many churches under him. തന്റെ കീഴിൽ ഒരുപാട് സഭകളുണ്ട്. And he had to be praying for those people. He had to appoint elders. A very busy man. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഇടയിൽ മൂപ്പന്മാരെ നിയമിക്കണം. ഒത്തിരി And I തിരക്കുണ്ട്. have often found, how did he get time to pray? ഞാൻ എപ്പോഴും ചിന്തിച്ച ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ എപ്പോഴും സമയം കിട്ടും. How can he get time to pray? പ്രാർത്ഥിക്കാൻ എപ്പോഴും സമയം I'll tell you a secret. How do you think he's praying all the time? ഹല്ലേലൂയ. എങ്ങനെ ആയിരിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? Number one,
ഒന്നാമത് he prays in the character of Jesus. യേശുവിന്റെ സ്വഭാവത്തിൽ പ്രാർത്ഥിച്ചു. Number 2, രണ്ടാമത് he prays in the heavenly language. രണ്ടാമത് സ്വർഗീയ ഭാഷയിൽ How many of you have a heavenly language? എത്ര പേർക്ക് സ്വർഗീയ ഭാഷ ദൈവം Can you lift up തന്നിട്ടുണ്ട്? your hands and thank the Lord? ഹല്ലേലൂയ. കരമുയർത്തി കർത്താവ് നന്ദി പറയാമോ? It's a glorious blessing to have a heavenly ഓ, language. അതെത്ര ശ്രേഷ്ഠകരമായ അനുഗ്രഹമാണ് സ്വർഗീയ ഭാഷ നമുക്ക് You തന്നത്. know, one of the reasons why we are called Pentecostals ഒന്നാമതുള്ള പെന്തക്കോസ്തൽ വിളിക്കുന്ന ഒരു കാരണം ഇതാണ്. is because we speak in tongues. നമ്മൾ അന്യഭാഷ Other സംസാരിക്കുന്നു. denominations don't teach about speaking in tongues. മറ്റ് സമുദായങ്ങൾ അതിനെപ്പറ്റി They പഠിപ്പിക്കുന്നില്ല. look at it with hatred. അവരതിനെ വെറുപ്പോടെ നോക്കും. They call it bad names. അവർ മോശമായ But I ഭാഷ tell you, my precious brother, sister, you cannot have a greater spiritual weapon than speaking in tongues. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആത്മീയ ആയുധം നിങ്ങൾക്ക് വേറെ ഇല്ല. അന്യഭാഷയിൽ ദൈവത്തോട് പറയും. Paul said to the church of Corinth, കൊരിന്ത്യസഭയോട് പൗലോസ് പറഞ്ഞു, I speak in tongues more than all of you. ഞങ്ങൾ എല്ലാവരെക്കാളും അന്യഭാഷ That സംസാരിക്കും. is one of the ways in Paul was always praying. അതുകൊണ്ടാണ് അങ്ങനെയാണ് പൗലോസ് എപ്പോഴും For പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. your academic interest, there are 2 manifestations of tongues. നിങ്ങളുടെ അറിവിനായിട്ട് പറയുകയാണ് രണ്ട് തരത്തിലുള്ള അന്യഭാഷയുടെ Number 1, in the church, when you speak in tongues, it can be a word, it can be an exhortation. Always pray that you will be able to translate, or somebody in the church will have grace to translate what you speak. ഹല്ലേലൂയ. സഭയിൽ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ഒന്നുകിൽ ഒരു ജ്ഞാനത്തിന്റെയോ വെളിപ്പാടിന്റെയോ വചനമാകാം, അല്ലെങ്കിൽ അതൊരു പ്രബോധനമായിട്ട് തീരാം. അങ്ങനെ വരുമ്പോൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ നിങ്ങൾ ദൈവത്തോട് The ചോദിക്കും. second thing is that tongues are used to be praying all the time. രണ്ടാമത് എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഭാഷ. Why does God give us the gift of tongues to pray? ഇതിനാണ് ദൈവം പ്രാർത്ഥനാ ഭാഷ അന്യഭാഷ തന്നത്. Because what you cannot speak to God with your mind, the Holy Spirit is able to bypass your mind and speak from your heart straight to God. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നേരിട്ട് ദൈവത്തോട് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്നതാണ് അന്യഭാഷയിൽ. How does Jesus pray for us right now? എങ്ങനെയാണ് യേശു നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? Jesus is standing in the gap for us every day, 24/7. 24 മണിക്കൂറും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കും. He's a great intercessor. ഓ, താനാണ് ഏറ്റവും വലിയ There is no other intercessor anywhere in the world. ലോകത്തിൽ മറ്റൊരു ഇടനിലക്കാരനില്ല. I want to declare it emphatically this morning in love. ഹല്ലേലൂയ, സ്തോത്രം. ആധികാരികമായി ഞാൻ സ്നേഹത്തിൽ ഇത് പ്രഖ്യാപിക്കട്ടെ. Number 1, no dead person can ever be your intercessor. ഒരു മരിച്ച വ്യക്തിയും നിങ്ങൾക്ക് പകരക്കാരനായി പ്രാർത്ഥിക്കാൻ There are പറ്റില്ല. certain communities that has its origin in the east. They teach that you can pray for the dead people and they will be interceding for you. That is a lie of Satan. I have to tell it very strongly. That is not from the scripture. That is not the Holy Spirit's idea. There is only one intercessor given to man between heaven and earth. That is Jesus Christ, the Son of God. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പഠിപ്പീര് ചില സമുദായ സംഘങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചു പോയവർ നിങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കും. അത് നരകത്തിൽ നിന്ന് വരുന്ന ഒരു സംസ്കാരവും ഒരു പഠിപ്പീരുമാണ്. നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ദൈവം ഒരുവനത്രേ, അവനും ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനായി സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു. If people ever tell you that my deceased grandfather came and told me things about heaven, question that spirit. ഹല്ലേലൂയ. എന്റെ വല്യപ്പച്ചൻ വന്ന് സ്വർഗത്തിലെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് ആരോട് നിങ്ങൾ പറഞ്ഞാൽ ആ ആത്മാവിനെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദ്യം ചെയ്യണം. If that spirit is born again, it is with Jesus resting in peace. If your grandfather was a born again person, he is with Jesus right now. ആമേൻ. നിങ്ങളുടെ വല്യപ്പച്ചൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ അദ്ദേഹമുണ്ട്. Or if your uncle or your brother or your mother or somebody who is not alive on the face of the earth, if they come back, question that spirit in Jesus' name. നിങ്ങളുടെ അമ്മാച്ചനോ അമ്മാവിയോ ആരെങ്കിലും ബന്ധത്തിലുള്ളവരോ ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അതിന്റെ ആധികാരികത യേശുവിന്റെ നാമത്തിൽ ചോദ്യം ചെയ്യണം. Why do I tell you so boldly? എന്തുകൊണ്ടാണ് തന്റെ അടുത്തോട് Luke പറയുന്നത്? chapter 16. ലൂക്കോസ് 16 In hell, നരകം. the rich man said, ഓ, ധനവാൻ ഇങ്ങനെ പറഞ്ഞു, please send somebody from the dead to my brothers that they may hear the gospel. ഓ അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തനെ എന്റെ സഹോദരന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ അയക്കണമേ. Abraham said no. അബ്രഹാം പറഞ്ഞു, ഇല്ല, They have the scriptures. അവർക്ക് തിരുവചനമുണ്ട്, They have the law. അവർക്ക് ന്യായപ്രമാണമുണ്ട്. So do not let anybody fool you into thinking that dead people can come back and try to influence you even if they tell you the right things. ഹല്ലേലൂയ. മരിച്ചവർ കടന്നു വന്ന് നിങ്ങളോട് സംസാരിക്കുമെന്ന് അവർ പറഞ്ഞ കാര്യം ഒരുപക്ഷെ ശരിയായി തോന്നിയാൽ പോലും ആരും നിങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ അനുവദിക്കരുത്. The Bible says there is only one intercessor. ദൈവവചനം പറയുന്നു നമുക്കൊരു മധ്യസ്ഥൻ മാത്രമേ സ്വർഗത്തിലുള്ളൂ. He is forever alive. അവൻ എന്നും ജീവിക്കുന്നവനാണ്. He is the high priest appointed by God himself. ദൈവത്താൽ തന്നെ നിയമിക്കപ്പെട്ട ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് അവൻ. No other appointments have been made by God. ദൈവത്താൽ നിയമിക്കപ്പെട്ട വേറൊരു നിയമനവുമില്ല. No bishop has been made your intercessor. ഒരു ബിഷപ്പും നിങ്ങളുടെ മധ്യസ്ഥനല്ല. The mother of Jesus Christ is not an intercessor for mankind. യേശുവിന്റെ അമ്മ മറിയ മനുഷ്യവർഗത്തിന് ഒരു മധ്യവർത്തി അല്ല. What they call as the intercessor of mother of Jesus or the mother of God is not actually the real Mary. ഹല്ലേലൂയ.
യേശുവിന്റെ അമ്മ മറിയ എന്ന് പറയുന്ന മധ്യസ്ഥ പറയുന്ന വ്യക്തി യഥാർത്ഥ യേശുവിന്റെ അമ്മ അല്ല. That is not the real mother of Jesus. യേശുവിന്റെ യഥാർത്ഥ അമ്മയല്ല. The mother of Jesus is just an ordinary believer. Today she is resting in heaven. ഓ, യേശുവിന്റെ അമ്മ മറിയ ഒരു സാധാരണ വിശ്വാസിയായിരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ തന്നെ Remember, she was among the disciples in the first day of the Pentecost. മറ്റു ശിഷ്യന്മാരോടൊപ്പം താൻ അവിടെ ഉണ്ടായിരുന്നു. When you read Acts 2, you can see that wonderful lady was also there with the rest of the apostles. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുമ്പോൾ ആ ശ്രേഷ്ഠയായിട്ടുള്ള ആ ദൈവദാസി മറ്റുള്ള അപ്പോസ്തലന്മാരോടൊപ്പം ആ കൂട്ടത്തിൽ The Holy Spirit came. പരിശുദ്ധാത്മാവ് വന്നു. She also was filled with the Holy Ghost, I'm sure. താനും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. She also spoke in tongues. താനും അന്യഭാഷ പറഞ്ഞു. Let me ask you a question. ഞാൻ ചോദിക്കട്ടെ. Those people who are interceding to the so-called Mary, ഹല്ലേലൂയ. വിശുദ്ധ മേരി മറിയയോട് intercede ചെയ്യുന്നു. why don't they go by the scriptures which says Mary also was with the disciples? ഹല്ലേലൂയ. അവരെന്തുകൊണ്ട് ഈ തിരുവചനം പരിശോധിക്കുന്നില്ല? തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോസ്തലന്മാരോടൊപ്പം കർത്താവിന്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. Why don't they promote speaking in tongues? അവരെ അന്യഭാഷ പറയുന്നതിനെ എന്തുകൊണ്ട് Why don't they പ്രോത്സാഹിപ്പിക്കുന്നില്ല? promote being filled with the Holy Ghost? പരിശുദ്ധാത്മാവ് നിറയുന്നതിനെ എന്തുകൊണ്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല? Because that is not the real Mary, that's it. കാരണം അത് ശരിയായിട്ടുള്ള മറിയല്ല. Somebody has to speak this truth in Philadelphia. ഫിലഡൽഫിയയിൽ ദൈവത്തിന്റെ ഈ സത്യം ആരെങ്കിലും പറഞ്ഞേ The മതിയാകും. Church of Jesus Christ stands to declare and proclaim the truth whether people like it or not. യേശുക്രിസ്തുവിന്റെ സഭ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ദൈവത്തിന്റെ സത്യങ്ങളെ ഉള്ളതുപോലെ വിളിച്ചു പറയാനാണ് ആക്കിയിരിക്കുന്നത്. I thank God none of you are after those intercessors. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ഇന്റർസെസറുടെ പുറകെ നിങ്ങൾ പോകാത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. But what I'm going to tell you now, you're going to get angry. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നാം. There is another group of വേറെ intercessors തരത്തിലുള്ള ഇന്റർസെസർ who are between heaven and earth, സ്വർഗ്ഗത്തിനും ഭൂമിക്കും who മധ്യത്തിൽ God has not appointed. ദൈവം നിയമിക്കാത്ത You know who they are? ആരാണെന്ന് അറിയാമോ? They are living pastors like me. ഹല്ലേലൂയ. ജീവനുള്ളതിനെ പോലുള്ള പാസ്റ്റർമാർ. Pastors are often treated as intercessors. പലപ്പോഴും പാസ്റ്റർമാരെ മധ്യവർത്തികളായിട്ട് ആളുകൾ We are not between God and man. We don't take the place of Jesus Christ. പാസ്റ്റർമാർ ദൈവത്തിന് മനുഷ്യരുടെ മധ്യത്തിൽ നിന്ന് മധ്യവർത്തികളല്ല. ആർക്കും യേശുവിന്റെ സ്ഥാനം എടുക്കാൻ Even if പറ്റില്ല. I don't pray, God knows how to take care of you. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യം എങ്ങനെ Never നടത്തും make a ദൈവം? living pastor a God. ഒരിക്കലും ഒരു ജീവിക്കുന്ന പാസ്റ്ററിനെ ദൈവമാക്കരുത്. No, a pastor is only a servant of God. He is an elder brother in the church. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ ദൈവത്തിന്റെ ദാസനാണ്. സഭയിലെ നമ്മുടെ ഒരു മൂത്ത സഹോദരൻ മാത്രമാണ്. 1 Peter chapter 5 verses 1. Let's read that quickly. Come on. 1 പത്രോസ് 5:1 വായിക്കാം. That's a beautiful exhortation from the great apostle Peter to the early church. ഹല്ലേലൂയ. ആദിമ സഭയ്ക്ക് അപ്പോസ്തലൻ നൽകുന്ന പ്രബോധനമാണ്. Let's read that. ആമേൻ. Amen. 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 That says, all of you be submissive to one another. പരസ്പരം നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുവാൻ പറയും. That means a pastor is also expected to be submissive to God and to one another. അർത്ഥം പാസ്റ്റർ ദൈവത്തിന് കീഴടങ്ങി മറ്റുള്ളവർക്ക് കീഴടങ്ങി. I'm breaking my kingdom. Huh? സാമ്രാജ്യത്തെ Let the kingdom of Jesus Christ alone reign. എന്റെ യേശുവിന്റെ സാമ്രാജ്യം We മാത്രം declare വാഴട്ടെ. only the kingdom of Jesus Christ. യേശുവിന്റെ രാജ്യം മാത്രം നമ്മൾ When I പ്രസ്താവിക്കുന്നു. sometimes go and minister in some phone lines, ചില ഫോണിൽ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ some of those people do not know their privilege in the New Testament. പുതിയ നിയമത്തിലെ അവരുടെ അധികാരങ്ങൾ പദവികൾ അവർക്ക് അറിയത്തില്ല. So they say, Pastor, please pray for us. അവർ പറയും, "പാസ്റ്റർ ദയവായി പ്രാർത്ഥിക്കണം." The way they say, as though I am the intercessor between them and God. അവരുടെ അവരുടെ ഈ ധ്വനിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകും ഞാൻ അവർക്കും ദൈവത്തിന്റെ ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തിയാണ്. I am not an intercessor in that way. ഞാൻ അങ്ങനെയുള്ള ഒരു മധ്യവർത്തി I അല്ല. pray പ്രാർത്ഥിക്കും. in such a way ഈ ഒരു പ്രത്യേക- that people who I pray for will get connected to Jesus. He is the head. ആമേൻ. സഭയുടെ ശിരസായ യേശുവിനോട് അവരെ ബന്ധപ്പെടുത്തക്ക രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. God has taught me and given me grace in my heart ദൈവം എന്നെ പഠിപ്പിക്കുകയും ഹൃദയത്തിൽ കൃപ നൽകുകയും that I don't draw people to myself. എന്നിലേക്ക് ആരെയും ആകർഷിക്കാതിരിക്കാൻ. Oh, let people come to me. ആളുകൾ എന്നിലേക്ക് വരട്ടെ. Oh, don't go anywhere. Come to me. Come to me. മറ്റെവിടെയും പോകൽ എന്നിലേക്ക് മാത്രം What വരണം. I teach and preach, you can come here, but just get connected to the King of Kings and the Lord of Lords. ആമേൻ. ഞാൻ പഠിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ വരാം. എന്നാൽ നിങ്ങളുടെ ബന്ധം യേശുക്രിസ്തുവുമായി മാത്രമായിരിക്കണം. It is sad you need to break it today. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ നമ്മൾ മുറിച്ചേ മതിയാകൂ. Right now, again, we are going to break
some of those relationships with other men of God. മറ്റ് ദൈവദാസന്മാരോടുള്ള ചില വിഗ്രഹമാകുന്ന ബന്ധങ്ങളെ നമ്മൾ If മുറിക്കാൻ- any man of God is exerting an influence on you in an ungodly way, it is going to break away now. ദൈവത്തിന്റെ ഹിതമല്ലാതെ ഏതെങ്കിലും ഒരു ദൈവദാസൻ നിങ്ങളോട് പ്രത്യേകമായി ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ദൈവഹിതമല്ല, അതിനെ മുറിച്ചേ മതിയാകും. I want to tell you boldly and openly. തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ In the പറയുക. past, this church has suffered because of such influences. അങ്ങനെയുള്ള സ്വാധീനങ്ങൾ നിമിത്തം കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയ്ക്ക് പ്രയാസങ്ങളുണ്ടായി. There are people who attract people and keep to themselves ആളുകളെ ആകർഷിച്ച് അവരിലേക്ക് മാത്രം ചേർത്ത് നിർത്തുന്നവരുണ്ട്. with one intention of extracting money from them. പണം പിടുങ്ങാൻ മാത്രം. But you are a free people. എന്നാൽ നിങ്ങൾ You സ്വതന്ത്രമുള്ളവരാണ്. have been redeemed by the blood of the നിങ്ങൾ Lamb. കുഞ്ഞാന്റെ രക്തത്താൽ You don't വെടിവെക്കപ്പെട്ടു. need living or dead intercessors for you to pray. നിങ്ങൾക്ക് വേണ്ടി ജീവനോ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന Stand in the boldness, in the freedom Christ has called you. യേശു തന്ന സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ നിൽക്കുക. God has released you from every yoke, not to again become servants of men. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ദുഃഖങ്ങളും ദൈവം നിങ്ങളെ വിടുവിച്ചെടുത്തത് മനുഷ്യരുടെ ദാസന്മാരായിരിക്കാൻ അല്ല. Yes, in a church we need to have discipline, ഒരു സഭയിൽ നമുക്ക് അച്ചടക്കം വേണം. and a church needs to have a leader, സഭയിൽ നേതാവ് വേണം. but that is not to put you under a bondage. അത് നിങ്ങളെ അടിമത്തത്തിലാക്കാനല്ല. Close your eyes right now. ദയവായി നിങ്ങളുടെ കണ്ണുകൾ I അടയ്ക്കുക. want you to kindly repeat with me. വീണ്ടും ദയവായി നിങ്ങൾ ഏറ്റു പറയണം. Say, Lord Jesus, കർത്താവായ യേശുവേ, if there is any influence upon my life എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനങ്ങൾ which ഉണ്ടെങ്കിൽ, has been brought over by some man of God, ഏതെങ്കിലും ദേവദാസനിൽ കൂടി വന്ന എന്തെങ്കിലും സ്വാധീനങ്ങൾ and ഉണ്ടെങ്കിൽ, if it is not approved by you, അത് അങ്ങയുടെ അംഗീകാരമില്ലാത്ത, I now reject it. ഇപ്പോൾ ഞാൻ എന്നെ I തള്ളിക്കളയുന്നു. renounce it. ഞാൻ എന്നെ renounce ചെയ്യുന്നു. You are my pastor. അങ്ങാണ് എന്റെ പാസ്റ്റർ. You are the one who died on the cross for me. അങ്ങാണ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. I am rightfully yours, ഞാൻ നീതിയോടെ അങ്ങയുടേതാണ്. and I want to grow, എനിക്ക് വളരണം കർത്താവേ. speaking the truth in love. ഓ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു വളരണം. Help me, Jesus. എന്നെ അതിനായി സഹായിക്കണം In യേശു. Jesus' name. ഇത് യേശുവിന്റെ നാമത്തിൽ. Church, I want you to be quiet for a minute. Don't pray, don't say anything, but just be concentrating on the Lord. നിങ്ങൾ സാവധാനമായിരിക്കണം. കർത്താവിനെ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ടിരിക്കണം. You see the change that's going to happen right now. ഇവിടെ കാണുന്ന വ്യത്യാസം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. In the name of Jesus, I come against every ungodly influence of demonic elements upon these people. Every wrong impartation, every wrong teaching, every selfish, self-interested teachings that has come upon these people, that has come to them through YouTube, that has come through them through different phone lines, that has come to them through misinformed teachers. In the name of Jesus, I command every such influence to leave the people. Now, these are wonderful people of God, a royal priesthood, a holy nation, separated under the pleasures of God. And no man shall exercise ungodly authority upon this people. I declare it and decree it in Jesus' name. And the people of God said, Amen. Amen. Hallelujah. Amen. You are a free people. നിങ്ങൾ സ്വാതന്ത്ര്യമുള്ള ജനമാണ്. So when you pray, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ you are not praying to some intercessor dead or alive. നിങ്ങൾ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ചെയ്ത ഒരു മധ്യവർത്തിയോടാണ് You are പ്രാർത്ഥിക്കുന്നത്. praying to God the Father. നിങ്ങൾ പിതാവായ ദൈവത്തോടാണ് And you are praying to God the Father through Jesus Christ his യേശു Son. ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. And you are praying with the Holy Ghost. പരിശുദ്ധാത്മാവിനാണ് പ്രാർത്ഥന. If you have still not received extra help from heaven to pray, today is the day to ask for it. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അധികം സഹായം സ്വന്തത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവത്തോട് ചോദിക്കേണ്ട ദിവസം. Ask God, Lord, give me that heavenly language ഓ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ സ്വർഗ്ഗീയ ഭാഷ എന്നെ സഹായിക്കണം. without ceasing. ഓ നിരന്തരമായി ഇടവിടാതെ Wherever പ്രാർത്ഥിക്കുവാൻ. we go, let us continue to pray. എവിടെ പോയാലും തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Let us use our mouth for fruitful things. ഓ ഫലമുള്ള കാര്യങ്ങൾക്കായി നമ്മുടെ Let വായ us keep thanking the Lord. Lord, thank you. I'm going to be a prayer warrior. ഓ കർത്താവേ നന്ദി, ഞാനൊരു പ്രാർത്ഥന വീരനായി തീരാൻ. In many of our cell meetings, we teach people to pray openly. ഹല്ലേലൂയ. പൊതുവായിട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സെൽ മീറ്റിംഗിൽ പഠിപ്പിക്കാം. We in the book of Timothy, Paul says, I desire that all men lift up your holy hands and pray. ഹല്ലേലൂയ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സഹോദരന്മാർ കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. People of God, let me tell you this. ഹല്ലേലൂയ. ഇത് ഞാൻ Are you desiring to be a minister of the Lord? ദൈവത്തിന്റെ ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നു. Is there a call upon your life നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ to be a വിളിയുണ്ടോ? minister of the Lord Jesus Christ? യേശുവിന്റെ ശുശ്രൂഷകനാകാൻ ഒരു വിളിയുണ്ടോ? Start praying from today. ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ You തുടങ്ങുക. want to preach 2 hours? 2 മണിക്കൂർ പ്രസംഗിക്കണം. I tell you, spend time with Jesus more than 2 hours. 2-ലധികം മണിക്കൂർ യേശുവുമായി സമയം When ചെലവഴിക്കുക. you spend more time with Jesus in prayer യേശുവുമായി അധിക സമയം and പ്രാർത്ഥിക്കാൻ in ചെലവഴിക്കുമ്പോൾ declaring the words of our God, ദൈവത്തിന്റെ വചനങ്ങൾ പ്രസ്താവിക്കുമ്പോൾ into you he shall pour an anointing and an impartation which is good for the people. ഓ നിങ്ങളിലേക്ക് ദൈവം ഒരു പ്രത്യേക അഭിഷേകവും വചനവും പകരും. അത് ജനത്തിന് നന്മയായി. Never try to minister to the people with what you have. നിങ്ങളുടെ സ്വന്തത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങരുത്. God doesn't want all that. അത് വേണ്ട ദൈവത്തിന്. God wants you to give the people what he wants to give you. ദൈവം നമുക്ക് തരുന്നത്
എന്നതാണ് ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കാൻ That is ആഗ്രഹിക്കുന്നത്. why you need to be praying all the time. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. Pray without ceasing. ഓ ഹല്ലേലൂയ, ഇടപെടാതെ പ്രാർത്ഥിക്കുക. Let's continue to look in prayer. A couple of verses more. ഹല്ലേലൂയ, ഒന്ന് രണ്ട് വചനങ്ങൾ നോക്കാം Luke പ്രാർത്ഥനയെ പറ്റി. chapter 21 verses 36. ലൂക്കോസ് 21:36. He says, watch you therefore and pray always, that you may be accounted worthy to escape of all these things that shall come to pass and to stand before the Son of Man. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഈ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. Number one, what are some of the things we should pray? പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടി? People, I want you to know the coming of the Lord Jesus Christ is very, 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 very near. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം നമ്മുടെ യേശുവിന്റെ വരവ് വളരെ ആസന്നമാണ്. Let our focus be on His coming. അവന്റെ വരവിലായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ. Our primary focus is that He is going to come and I am going to be ready. ആമേൻ. നമ്മുടെ ഒന്നാമത്തെ ശ്രദ്ധ യേശു വരുന്നു, ഞാൻ അതിനായിട്ട് ഒരുക്കമുള്ളവനാണ്. Are you ready for that? നിങ്ങൾ അതിനായിട്ട് ഒരുക്കമുള്ളവരാണ്. If you are not ready, start praying, Lord, prepare me for your coming. ഹല്ലേലൂയ, ഒരുക്കമില്ലെങ്കിൽ കർത്താവോട് പറയ്, കർത്താവേ അങ്ങയുടെ വരവിനെ എന്നെ ഒരുക്കണം. And while you wait for His coming, എന്തിനാണ് അവന്റെ വരവിന് വേണ്ടി we കാത്തിരിക്കുന്നത്? must be ready to go and preach the gospel to the nations. ദേശങ്ങളോട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുണ്ട്. Our ultimate aim is not preaching the gospel. Our ultimate aim is to be prepared for His coming. ആത്യന്തികമായി നമ്മുടെ ജീവിത ലക്ഷ്യം എല്ലാവരും സുവിശേഷം അറിയിക്കുന്നതിനേക്കാൾ ഉപരിയായി യേശുവിന്റെ വരവിനായി ഒരുങ്ങുക This എന്നുള്ളതാണ്. morning I have a question for many of us. നിങ്ങളിൽ പലരോടും ഞാൻ ചോദ്യം Do you ചോദിക്കുന്നു. have the assurance of salvation? നിങ്ങൾക്ക് രക്ഷയുടെ ഉറപ്പുണ്ടോ? You are born again, you are baptized, you are spirit filled. Do you have the assurance of salvation? നിങ്ങൾക്ക് വീണ്ടും ജനിച്ചതാണ്, നിങ്ങൾ ആത്മനിറവുള്ളവരാണ്, സ്നാനപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? There is a particular religion that talks like this. പ്രത്യേക മതം ഇങ്ങനെ പഠിപ്പിക്കുന്നു. Till the last day, if you are good, you can go to heaven. അവസാന നിമിഷം വരെ നിങ്ങൾ നല്ലവരാണ്, സ്വർഗ്ഗത്തിൽ പോകാം. That is not Christ's idea of taking you to heaven. അങ്ങനെയല്ല യേശു നമ്മളെ സ്വർഗ്ഗത്തിൽ You കൊണ്ടുപോകും. can have the assurance of salvation. നിങ്ങൾക്ക് രക്ഷയുടെ ഉറപ്പ് കാണാം, പ്രാപിക്കാം. If you don't have it, don't speak against the truth. ഹല്ലേലൂയ, നിങ്ങൾക്ക് അതില്ലെങ്കിൽ സത്യത്തിനെതിരെ സംസാരിക്കരുത്. Pray and ask God, Lord, give me the assurance of salvation. പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എനിക്ക് രക്ഷയുടെ ഉറപ്പെന്നിൽ തരണമേ. Right now, who's going to pray for that? ഇപ്പോൾ ആരതിനായിട്ട് പ്രാർത്ഥിക്കും? I'm going to pray. ഞാൻ പ്രാർത്ഥിക്കാൻ If പോകും. you are still not sure that you are going to make it, നിങ്ങൾ അവിടെ ചെല്ലുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ here is a mark by which you know that you won't go there. നിങ്ങളുടെ പോകത്തില്ല എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. Therefore, there is no condemnation to those who are in Christ Jesus. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. Do you live in condemnation? നിങ്ങൾ ഇപ്പോഴും ഹല്ലേലൂയ കുറ്റബോധത്തിൽ ജീവിക്കുകയാണോ? Yet come into the presence of God. ദൈവസന്നിധിയിലേക്ക് അടുത്തു പോ. Walk into the assurance of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് വരിക. A lot of people tell me like this. അനേകർ ഇങ്ങനെ പറയുന്നുണ്ട്, Pastor, you know what kind of a person I have been? ഞാൻ എങ്ങനെയുള്ള മനുഷ്യനെന്നറിയാമോ? I have been a prayerful person. ഞാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. That is why God is taking care of me. അതുകൊണ്ടാ ദൈവം എന്നെ കരുതുന്നു. That is wrong. തെറ്റാണ്. It is not because of what you are. നിങ്ങൾ It is എന്താ? because of what He is Amen. that you will go to heaven. ആമേൻ, ആമേൻ. നമ്മൾ എന്തായിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നത്. If it is our prayers that take you to heaven, I tell you, there are more worthy people outside the world. They don't know anything about Christ. ആമേൻ. പ്രാർത്ഥനയാണ് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളെക്കാൾ യോഗ്യതയുള്ള അനേകർ ഈ ലോകത്തിലുണ്ട്. അവർക്ക് യേശുവിനെ പറ്റി ഒന്നും അറിയത്തില്ല. It is not what you are, it is what He is that will take you to heaven. ആമേൻ. നമ്മൾ എന്തായിരിക്കുന്നുള്ളതല്ല, താൻ ആരായിരിക്കുന്നു എന്നുള്ളത് ആ സത്യമാണ് നമ്മളെ സ്വർഗ്ഗത്തിൽ If കൊണ്ടുപോകുന്നത്. you can believe that God raised Jesus from the dead, യേശുവിനെ പിതാവായ ദൈവം മരിച്ചത് ഉയർപ്പിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നു. the Bible says you will be saved. ദൈവം പറയുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. Precious people, if you don't have this assurance, പ്രിയപ്പെട്ട ദൈവമേ, നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ from today, start praying for that assurance. ഈ ഉറപ്പിനായിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. There is point number 2 that we can pray corporately. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ For those രണ്ടാമത്തെ of point. you who are new to the church, let me tell you this. നിങ്ങൾ സഭയിൽ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി We പറയുക. are more interested in growing in spiritual things because we know when God begins to bless us spiritually, the rest of the things also work out. പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യങ്ങളിൽ വളരുന്നതിനാണ് നമുക്ക് ഒന്നാമത്തെ നമ്മുടെ പ്രത്യേകത, അതിനുള്ള നമ്മുടെ മുൻഗണന. കാരണം ആത്മീയമായി നമ്മൾ വിടുതൽ പ്രാപിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം യേശു പറഞ്ഞു മുമ്പേ ദൈവരാജ്യവും അവൻ രാജ്യത്തേക്ക് അന്വേഷിക്കും, അതോടുകൂടി. അതുകൊണ്ട് നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ ദയവായി പ്രാർത്ഥിക്കുന്ന യേശുവേ അങ്ങയുടെ സ്വഭാവത്തിലേക്ക് പകർത്താൻ. ഒന്ന് പത്രോസ് 1:5 നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ദൈവ സ്വഭാവത്തിൽ നിങ്ങൾ കൂട്ടാളികളാണ്. യേശുവിന്റെ ദൈവ സ്വഭാവത്തിന് കൂട്ടാളിയാകുമെന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ യേശുവിന്റെ സ്വഭാവം ഓരോ ദിവസവും അധികം അധികം യേശുവിനെ പോലെ ആകണം. ഇതായിരിക്കട്ടെ നമ്മുടെ പൊതുവായ രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന,
കർത്താവേ അങ്ങയുടെ വചനത്തിൽ നിന്നും വെളിപ്പെടപ്പെടുന്ന ആ മർമ്മങ്ങൾ I don't want to be just satisfied with what a pastor teaches. പാസ്റ്റർ പ്രസംഗിക്കുന്ന പ്രസംഗം കൊണ്ട് എനിക്ക് തൃപ്തിയല്ല. I respect that. അത് ഞാൻ ബഹുമാനിക്കുന്നു. I receive it. ഞാൻ സ്വീകരിക്കുന്നു. But I myself personally want to have a revelation. എന്നാൽ കർത്താവേ അതിലുപരിയായി എനിക്ക് വ്യക്തിപരമായ ഒരു വെളിപ്പാട് വേണം. This morning I charge you, church. ഓ ദൈവസഭയെ നിങ്ങളെ ചാർജ് ചെയ്യും. Do not just go by the revelation of a pastor. ഒരു പാസ്റ്ററുടെ വെളിപ്പാടിൽ ഒതുങ്ങരുത്. Get revelations from the Lord Jesus Christ straight away. നേരിട്ട് നിങ്ങൾ കർത്താവിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കുവാൻ ഒരുങ്ങുക. Hallelujah. Are you following this? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Ask, he will give it to you. നിങ്ങൾ ചോദിച്ചാൽ നിശ്ചയമായി ദൈവം അത് തരും നിങ്ങൾക്ക്. I know what a church is. നിങ്ങൾക്ക് സഭ എന്താണെന്ന് I അറിയാം. know what God wants in his church. ദൈവത്തിന്റെ സഭയിൽ എന്താണ് ദൈവത്തിന് ഇഷ്ടമെന്ന് എനിക്കറിയാം. Not because I understand these things with my mind. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇത് മനസ്സിലാക്കുന്നതുകൊണ്ടല്ല. I don't follow anybody else's vision. മറ്റാരുടെ ദർശനത്തെ ഞാൻ I don't need anybody else's vision. മറ്റാരുടെ ദർശനം പിൻപറ്റാൻ എനിക്ക് I don't ആഗ്രഹമില്ല. need Benny Hinn's vision. എനിക്ക് ബെനീന്റെ I don't need Catherine Kuhlman's vision. ഖാദർ കുൽമാന്റെ I ദർശനം, don't need Joe Forst's vision. ജോ ഫോർസിന്റെ വിഷൻ എനിക്ക് I ആവശ്യമില്ല. don't need K. Abraham's vision. കെ എബ്രഹാമിന്റെ വിഷൻ എനിക്ക് I ആവശ്യമില്ല. don't want anybody's vision. ആരുടെ ദർശനം എനിക്ക് ആവശ്യമില്ല. What the church should be has been revealed to me from the scriptures. ആമേൻ. സഭ എന്തായിരിക്കണം എന്നുള്ള മർമ്മം അതിന്റെ സത്യം ദൈവവചനത്തിൽ കൂടി എനിക്ക് വെളിപ്പെടും. I go by that. അതിനനുസരിച്ച് ഞാൻ I respect men of God, ദൈവദാസന്മാരെ ബഹുമാനിക്കും, honor men of God, അവരെ മാനിക്കും, and I receive the word of God that comes through them. അവരിൽ കൂടെ കിട്ടുന്ന വചനം സ്വീകരിക്കും. But my ministry, what God has given to me, has been revealed to me. ഹല്ലേലൂയ. എന്നാൽ എന്റെ ശുശ്രൂഷ ദൈവം എനിക്ക് നേരിട്ട് And വെളിപ്പെടുത്തി. I want the whole church to get that habit. ഈ സഭ മുഴുവനും ആ സ്വഭാവത്തിലേക്ക് വരണം ഞാൻ Somebody ആഗ്രഹിക്കുന്നു. were to ask you, what is a church? What will you tell? ഹല്ലേലൂയ. എന്താണ് സഭയെന്ന് ആരും നിങ്ങൾക്ക് എന്ത് പറയും? Don't say, so and so said in such and such a book that this is a church. I don't care. ഹല്ലേലൂയ. ഇന്ന വ്യക്തി തന്റെ ബുക്കിൽ ഇങ്ങനെ സഭയെ പറ്റി പറഞ്ഞു. People can write so many books. ആളുകൾ ബുക്കുകൾ എഴുതാൻ പറ്റും. There are different truths revealed at different times in history, which God wants to bring out His truth. We don't go by just that. ഹല്ലേലൂയ. ചരിത്രത്തിൽ പ്രത്യേക സമയത്ത് പ്രത്യേകമായിട്ടുള്ള സത്യങ്ങൾ ദൈവം സഭയ്ക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചല്ല നമ്മൾ പോകും. What's a church? എന്താണ് സഭ? Somebody asks you, what is a church? Why are you gathering like this? Why can't you be with in that church or that church? What will you answer them? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സഭയായിട്ട് കൂടുന്നത്? എന്തുകൊണ്ട് ഇന്നടത്ത് നിങ്ങൾ കൂടുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് പറയാനുള്ളത്? Will you tell we like the pastor of the church? ഹല്ലേലൂയ. പാസ്റ്റർ ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറയുമോ? That's not the reason why we should come together as a church. അതുകൊണ്ടല്ല നമ്മൾ സഭയായി കൂടേണ്ടത്. But we should be bold enough to tell, I know my Jesus is here. His presence ആമേൻ. is here in the church. ഹല്ലേലൂയ. തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞാൻ പോകുന്ന സഭയിൽ Quickly, who യേശുവുണ്ട്. can tell me at least 3 marks of a real church? ഒരു സഭയുടെ 3 അടയാളങ്ങൾ ആർക്ക് പറയാൻ പറ്റും? Tell me, let me tell you this. Number 1, Jesus Christ is enthroned in His church. തന്റെ സഭയിൽ യേശു സിംഹാസനസ്ഥനാണ്. 2, the Holy Spirit takes care of the meetings in the church. രണ്ടാമത് ആ മീറ്റിംഗുകളെ പരിശുദ്ധാത്മാവ് നയിക്കും. It is not ruled by anyone else but God Himself. ദൈവം തന്നെ ഭരിക്കുന്ന ഒരു സഭയാണ്. 3, there will be the manifestation of His power every time the saints come together. ദൈവത്തിന്റെ വിശുദ്ധന്മാർ കൂടി വരുമ്പോഴൊക്കെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രകടനങ്ങൾ അവിടെ There will be ഉണ്ടാകും. healing. അവിടെ There will സൗഖ്യമുണ്ടാകും. be demons cast away. അവിടെ പിശാച് ബാധിക്കും. People will be born again. ജനം വീണ്ടും They ജനിക്കപ്പെടും. will be connected to Jesus. അവർ യേശുവുമായി ബന്ധപ്പെടും. These are some of the characteristics of a church. സഭയുടെ ചില അടയാളങ്ങൾ മാത്രമാണ് ഇത്. A true church, Christ is the head, I said. യഥാർത്ഥ സഭയുടെ ശിരസ്സ് We are His body. നമ്മൾ ആ യേശുവിന്റെ ശരീരം. And God connects us through love. സ്നേഹത്തിൽ ദൈവം നമ്മളെ ഒന്നിപ്പിക്കും. That is why in our church we don't push anybody or pull anybody. We don't push anybody out. We don't pull anybody in. We pray, Lord, send the people you want to come to the church and help us to build together your sanctuary. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആരെ ഇവിടെ തള്ളിക്കളയത്തില്ല, ആരെ വലിക്കത്തില്ല. ദൈവമേ, നീ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ നീ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുമായിട്ട് ബന്ധത്തിൽ അവരെ പണിഞ്ഞ് അവരെ ഉപയോഗിക്കണമെന്ന് നമ്മൾ. Where did I get that vision from? എവിടെ നിന്നാണ് ദർശനം കിട്ടിയത്? That is what Jesus said He did when He was in the face of the earth. യേശു ലോകത്തിലായിരുന്നപ്പോൾ യേശു അതാണ് ചെയ്തത്. He did not run around every rabbi and start pulling people out from other rabbis and started building His own church. Jesus never did that. റാബിമാരുടെ അടുക്കൽ പോയി അവരുടെ ആളുകളെ യേശു പിടിച്ചോണ്ട് വന്നൊരു പുതിയ സഭ തുടങ്ങിയില്ല. No, He didn't do that. യേശു അത് ചെയ്തില്ല. He said, follow me. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാം, I'm following my Father. എന്റെ പിതാവിനെ അനുഗമിക്കാം. Leave your nets and follow me. ഓ, നിന്റെ ബലം വിട്ടിട്ട് എന്നെ അനുഗമിക്കാം. Even today, that is a call for the nations. ഇന്നും ദേശങ്ങളോടുള്ള ദൈവത്തിന്റെ വിളി അതാണ്. You want Jesus, follow Him. നിനക്ക് യേശുവിനെ വേണോ, യേശുവിനെ In പിൻപറ്റുക. our church, we don't say follow the pastor, follow Jesus. That's what we have been preaching throughout. ഈ സഭയിൽ നമ്മൾ ഒരിക്കലും പഠിപ്പിക്കത്തില്ല പാസ്റ്ററെ പിൻപറ്റുക. Because we have a revelation from the Word of God as to what Jesus wants to build His church. യേശു തന്റെ സഭയെ സ്ഥാപിക്കാൻ എങ്ങനെ ആഗ്രഹിക്കുന്നുള്ള വെളിപ്പാട് ദൈവത്തിന് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. If God does not build His church, what is the point in building a church? ഓ, ദൈവം തന്റെ സഭയെ പണിഞ്ഞില്ലെങ്കിൽ നമ്മളായിട്ട് പണിഞ്ഞോണ്ട് എന്താ കാര്യം? Unless the Lord builds, the builder builds in vain. ആമേൻ. ഹല്ലേലൂയ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ അധ്വാനിക്കും. That is why we are very stern about it. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി
പറ്റി ഹല്ലേലൂയ ഉറപ്പോടെ We നിൽക്കും. go by what God tells us. ദൈവം പറയുന്ന അനുസരിച്ച് നമ്മൾ We പോകും. don't go by what other people say. മറ്റുള്ളവരെന്ത് പറയുന്ന People of അനുസരിച്ച് God, here is the third corporate point to pray. Ask for deep revelations from the Word of God. മൂന്നാമത്തെ പൊതുവായിട്ടുള്ള പ്രാർത്ഥനാ വിഷയം ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിന്റെ വെളിപ്പാടിനായി പ്രാർത്ഥിക്കുക. I tell you from my life, you cannot survive in the Christian life without receiving at least one revelation from the Bible about who Jesus Christ is. ആമേൻ. ഞാൻ വാസ്തവമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു ആരാണെന്നുള്ള വെളിപ്പാട് കൂടാതെ ഓരോറ്റ വ്യക്തിക്കും ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ സാധിക്കത്തില്ല. Jesus asked Peter, പത്രോസിനോട് ചോദിച്ചു, Peter, who do they say I am? ഹല്ലേലൂയ, ഞാൻ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? And then Peter said like this, പത്രോസ് ഇങ്ങനെ പറഞ്ഞു, you are the Son of the living God, you are Jesus the Christ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. Jesus turned around to Peter and said, flesh and blood did not reveal it to you, മോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, but my Father in heaven revealed it to you. പിതാവാണ് നിനക്കത് And വെളിപ്പെടുത്തിയത്. upon that revelation, upon what you are, Hallelujah. upon my plan, I will build my church. ആമേൻ. നിനക്ക് കിട്ടപ്പെട്ട ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. That is what God is doing even today. ഇന്നും യേശു അതാണ് ചെയ്യുന്നത്. God is building His church with people who have a revelation of what God wants. ദൈവം എന്താഗ്രഹിക്കുന്നുള്ള തിരിച്ചറിവ് കിട്ടിയ വെളിപ്പാടിന്റെ മേലാണ് ഇന്നും ദൈവസഭ You പണിയുന്നത്. know, Jesus is right here listening to what I'm speaking. ഞാൻ പറയുന്നത് ദൈവം കേൾക്കുന്നതിന് എത്ര പേര് Do അറിയുന്നു? you know it is He who is giving me utterances after utterances to speak? പറയുവാനുള്ള ഉച്ചാരണം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന യേശുവാണെന്ന് എനിക്കറിയാം. It is not my idea. എന്റെ ആശയമല്ല It is His revelation from the Word of God. ദൈവവചനത്തിൽ നിന്നുള്ള People of വെളിപ്പാട്. God, when you pray corporately, അതുകൊണ്ട് നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ ask for deeper revelations from the Word of God. ആഴമുള്ള ദൈവവചനത്തിൽ നിന്നുള്ള വെളിപ്പാടായി When പ്രാർത്ഥിക്കും. you receive, നിങ്ങൾ പ്രാപിക്കുമ്പോൾ, when you speak out, നിങ്ങൾ സംസാരിക്കുമ്പോൾ, what you already know, നിങ്ങൾക്ക് അറിയാവുന്ന God is faithful to add words to what you are speaking. നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളോട് തന്റേതായ വചനങ്ങൾ കൂട്ടി അതിനെ നിങ്ങൾ ഉപയോഗിക്കാൻ ദൈവം God വിശ്വസിക്കുന്നു. says, Jesus said, if you believe in me, യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. out of you shall flow rivers of living water. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. One of my relatives recently spoke to me. എന്റെ ഒരു ബന്ധു ഈയിടെ എന്നോട് He is സംസാരിച്ചു. involved in 2 ministries. രണ്ട് ശുശ്രൂഷകളുണ്ട്. He said, I know this verse that if I believe in the Lord, a revival will come through me. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വചനത്തെ പറ്റി ഇങ്ങനെയാണ് വിശ്വസിച്ചത്, ഞാനിത് വിശ്വസിച്ചാൽ ഒരു ഉണർവ് എന്നിൽ നിന്ന് വരും. But I am involved in 2 ministries. രണ്ട് ശുശ്രൂഷ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു. How is that going to happen? അതെങ്ങനെ നടക്കും? I said, the Bible says, out of you shall flow rivers in plural, rivers of living water. ആമേൻ. ഞാൻ പറഞ്ഞു, ദൈവം എഴുതിയിരിക്കുന്ന നിന്റെ ഉള്ളിൽ നിന്ന് നദിയല്ല, നദികൾ ഒഴുകുമെന്നുള്ള Not just ബഹുവചനം. one revival, ഒരു ഉണർവല്ല, but many revivals shall come through you. നിന്റെ കൂടി അനേക ഉണർവുകൾ That കടന്നു is വരും. why this church was named Revival Church. I didn't do it. Some of the brothers said it. By faith they said, this church should be called Revival Church. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് ദൈവം റിവൈവൽ ചർച്ച് എന്ന് പേരിട്ടത്. മനുഷ്യർ ചെയ്തതല്ല, ദൈവം തന്നെ ഇട്ട പേര്. When we went to give our name in one of the hotels where we were having meet, they asked me, what's the name of your church? I didn't have a name at that time. ഹോട്ടലില് അല്ലല്ല മുറി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ, ആരാധനയ്ക്കായി ഹാൾ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ സഭയുടെ പേരെന്താ? And this brother said, let's call it Revival Church. സഹോദരൻ പറഞ്ഞു, റിവൈവൽ ചർച്ച്. I said, hey, that's a good thing, a Revival Church. Praise the Lord. നല്ല കാര്യമാണ് റിവൈവൽ ചർച്ച്. Then Sister Manoji, the next day, she tells me, our church is Revival Church. വേറൊരു സഹോദരി അടുത്ത ദിവസം പറഞ്ഞു, നമ്മുടെ സഭയുടെ പേര് That is റിവൈവൽ a double confirmation. അതൊരു വീണ്ടുമുള്ള ദൈവത്തിന്റെ And then the ഉറപ്പാണ്. Lord gives us Ezekiel 47. ആമേൻ. അതിനുശേഷം എസെക്കിയേൽ 47 Not up to the knees, not up to the waist, but an overflowing power and anointing will flow from this church. ആമേൻ. മുട്ടോളമല്ല, അരയോളമല്ല, നരിയോളമല്ല, അതിൽ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ That ആത്മനിറവിലേക്ക് shows the പോകും. big revival that is going to come. അത് വരാൻ പോകുന്ന വലിയ And ഉണർവിനെ I കാണിക്കും. declare in Jesus' name, no demon, no man can stand against the purposes of God for this church. അതുകൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കട്ടെ, ഓരോ ദുരാത്മാവിനോ ഓരോ മനുഷ്യനോ ദൈവഹിത പ്രകാരമുള്ള പദ്ധതിയിൽ ഈ സഭയ്ക്കെതിരെ നിൽക്കുവാൻ സാധ്യമല്ല. We are going to pray with that assurance. ആ ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കും. We're going to ask God, Lord, give me revelations from the Word of God. നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ എനിക്ക് വെളിപ്പാട് തരണമേ. If you truly are revealed what a real church should be, I tell you, many of the churches, so-called churches, will dry up in Philadelphia. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവസഭ എന്താണെന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾ ഞാൻ പറയട്ടെ, ഫിലഡൽഫിയയിലെ അനേക ദൈവസഭകൾ എന്ന് പറയുന്ന വിളിക്കപ്പെടുന്ന ദൈവസഭകൾ ഉണങ്ങി വരണ്ടും. Am I boasting about this church? ഞാൻ ഇതിനെപ്പറ്റി അഹങ്കാരം പറയുകയാണ്? Far from it. അല്ല, I will never do that. ഞാനത് ചെയ്യത്തില്ല. But Jesus Christ has His way of planning His church and flourishing it. യേശുവിനെ തന്റെ സഭയെ സ്ഥാപിച്ച് അതിനെ വർദ്ധിപ്പിക്കുവാൻ യേശുവിന് നന്നായിട്ട് I pray that all of us will receive revelations about the true church of God. ദൈവത്തിന്റെ യഥാർത്ഥ സഭയെ പറ്റിയുള്ള വെളിപ്പാട് നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. Our fourth prayer നാലാമത്തെ നമ്മുടെ പ്രാർത്ഥന is taken from Jude verse 24. യൂദായുടെ ലേഖനം 24 വാക്യം. Let that be our prayer, people of God.
അത് നമ്മുടെ that പ്രാർത്ഥനയായിരിക്കട്ടെ. we may be able to stand boldly. I'm going to stop with this. Stand boldly one day in eternity before Him. ഒരു ദിവസം നിത്യതയിൽ നമ്മൾ തന്റെ ഇടത്തോടെ ദൈവം മുമ്പാകെ നിൽക്കുവാൻ കഴിയും. You know, a day like that is coming. നിങ്ങൾക്കറിയാം അങ്ങനെ ദിവസം വരുന്നുണ്ട്. A day is coming when we'll stand before Him. നിൽക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. The one who has loved us so much. ഒരുപാട് നമ്മളെ സ്നേഹിച്ച The one who gave His life for us. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന്റെ We are മുമ്പിൽ going to stand before Him. നമ്മൾ അവന്റെ മുമ്പിൽ And നിൽക്കും. how are we going to stand? നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത്? We are going to stand in victory. ജയാളികളായി നമ്മളോട് നിൽക്കും. We are going to stand with joy, നമ്മൾ ഉല്ലാസത്തോടെ നിൽക്കും. with such happiness. വളരെ സന്തോഷത്തോടെ നിൽക്കും. I will hear that day. I hope to hear these words. ഹല്ലേലൂയ. ഈ വാക്ക് കർത്താവിൽ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My son, my faithful one, all that I told you to do, you did. എന്റെ മകനെ, എന്റെ വിശ്വസനെ, ഞാൻ നിന്നോട് പറയുന്നതെല്ലാം, നിന്നെ പറ്റി ആഗ്രഹിച്ചെല്ലാം നീ ചെയ്തു. Enter into my rest. എന്റെ സ്വസ്ഥതയിലേക്ക് A പ്രവേശിച്ചു. man after my own heart, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, who did all that I wanted him to do. ഓ എന്റെ ഹിതമൊക്കെ നിവർത്തിച്ചവനെ, I want to pray for that. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഞാൻ Fourth corporate prayer. Pray that we'll be able to stand before Him in joy and boldness. നാലാമത്തെ പൊതുവായ പ്രാർത്ഥന, ദൈവം മുമ്പാകെ നമ്മൾ ഹല്ലേലൂയ തന്റെ ഇടത്തോടെ സന്തോഷത്തോടെ നിൽക്കുവാൻ പ്രാർത്ഥിക്കുകയാക്കണം. Like a son who has been in a hostel far away, ഹല്ലേലൂയ, സ്തോത്രം. ആ അപ്പനിൽ നിന്ന് വളരെ ദൂരത്തായി പോയ മകൻ but now comes back home for vacation. ഇപ്പോൾ വെക്കേഷൻ മടങ്ങി വരുന്നു. He doesn't stand at the gate and wonder if he should go inside or not. ഹല്ലേലൂയ, സ്തോത്രം. അകത്ത് വരുമോ ഇല്ലയോ നമ്മൾ ഇവിടെ നോക്കി നിൽക്കുന്നത്. He'll just run in because he knows his daddy is there. ഹല്ലേലൂയ, മകൻ ഓടി പരിക്കത്തേക്ക് വരും, കാരണം അപ്പനെ കൊണ്ടെന്ന് അറിയാം. And he rushes in. പെട്ടെന്ന് അകത്തേക്ക് കയറി. He runs into the arms of the daddy. Daddy, I've come. അപ്പാ, ഞാൻ വന്നു. How many people have the confidence to go like that one day in eternity? ഓ നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ധൈര്യത്തോടെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഉറപ്പെത്ര You think our ministry will take us there? നമ്മുടെ ശുശ്രൂഷ നമ്മളെ എവിടെ എത്തിക്കുമോ? You are mistaken. നിങ്ങൾക്ക് അബദ്ധം പറ്റി. Jesus says in Matthew 7, many will call me Lord, Lord. They say, Lord, we did this, we prophesied, we did that, we did this, we did that. God says, I never knew you, you who practice lawlessness. ഓ ഹല്ലേലൂയ. മത്തായി 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ആ ദിവസത്തിൽ അനേകർ വന്നിട്ട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു, പ്രാർത്ഥിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ യേശു അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. But as for us, we are praying, Lord, give me boldness to stand on that day. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ദിവസത്തിന്റെ മുമ്പാകെ കറയും ചുളുക്കവും മാലിന്യമില്ലാതെ നിൽക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. And I believe when we pray like that, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും. by and by when we get to heaven, അപ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ no angel can stop us. ഒരു ദൂതനും നമ്മളെ തടയാൻ പറ്റില്ല. We'll walk in such authority as a son. ഓ മകൻ എന്നുള്ള യഥാർത്ഥ അധികാരത്തോടെ സ്വർഗ്ഗത്തിൽ നമ്മൾ Like നടക്കും. Jesus went up to heaven, യേശു സ്വർഗ്ഗത്തിലേക്ക് ചെന്നപ്പോൾ like his brothers, we will also go up in boldness. യേശുവിന്റെ സഹോദരന്മാരെ പോലെ തന്റെ ഇടത്തോടെ I നമ്മൾ tell you emphatically, the angels will bow before us that day. ഞാൻ വളരെ ആധികാരികമായി പറയട്ടെ, ദൂതന്മാർ പോലെ നിങ്ങളെ അന്ന് നമസ്കരിക്കും. Because angels are ministering servants. കാരണം ഹല്ലേലൂയ, സ്തോത്രം. ദൂതന്മാർ നമ്മുടെ ശുശ്രൂഷ ആത്മാക്കളാണ്, They are not sons. മക്കളല്ല. You and I are sons. നിങ്ങളെ ഞാനുമാണ് മകൻ. And that authority has been given to Jesus alone. യേശുവിന് മാത്രമാണ് അധികാരം. It is with that authority we will also go there. ആ അധികാരത്തോടെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. Let that be the fourth prayer, corporate prayer. അതായിരിക്കട്ടെ Prayer നമ്മുടെ number നാലാം- 5. Prayer number 5. അതായിരിക്കും നമ്മുടെ നാലാമത്തെ Pray, corporate I prayer. will be able to consider my brother better than myself. അഞ്ചാമത്തെ പോയിന്റ്, എന്റെ സഹോദരനെയോ സഹോദരി എന്നേക്കാൾ ശ്രേഷ്ഠനായി കാണുവാൻ. How many people can say an amen to that? എത്ര പേർക്ക് അതിനോട് യോജിക്കാൻ പറ്റും? I want to pray like that. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കണം. I want to see other pastors better than me. മറ്റുള്ള പാസ്റ്റർമാർ എന്നേക്കാൾ ശ്രേഷ്ഠൻ I എനിക്ക് want to കാണണം. see my brothers and sisters better than me. എന്റെ സഹോദരി എന്നേക്കാൾ ശ്രേഷ്ഠൻ എനിക്ക് I കാണണം. want to serve them with that attitude. ആ മനോഭാവത്തോടെ എനിക്ക് അവരെ സേവിക്കണം. I don't want to serve them with an attitude, hey guys, I know it all. You better listen to me. That is not from the Lord. എനിക്കിതെല്ലാം അറിയാം എന്നുള്ള മനോഭാവത്തോടെ അല്ല. But I want to serve my brothers considering them better than me. എന്റെ സഹോദരിയോ സഹോദരി എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതി ആ മനോഭാവത്തോടെ. The Bible tells us to consider your brother and sister better than you. ദൈവവചനം പറയുന്നു, എന്റെ സഹോദരി സഹോദരി ഇതിന്റെയൊക്കെ ശ്രേഷ്ഠൻ എന്നുക. With that attitude, when we begin to minister to people, ആ മനോഭാവത്തോടെയാണ് നമ്മൾ ആളുകൾ. those of you who are in the medical profession, മെഡിക്കൽ പ്രൊഫഷനിലോ നിങ്ങൾക്കറിയാം, let me ask you, if the president were to come to your hospital, പ്രസിഡന്റ് നിങ്ങളുടെ ആശുപത്രിയിൽ വന്നാൽ how will you treat him? നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ The ചികിത്സിക്കും? president of the greatest nation in the world right now comes to your in your hospital. ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തായ രാജ്യത്തിന്റെ പ്രസിഡന്റ് നിങ്ങളുടെ ആശുപത്രി, നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? And if he comes into your ward and he is taking care of you, ഹല്ലേലൂയ, നിങ്ങളുടെ പരിരക്ഷണയിലേക്ക് അദ്ദേഹം വരും. how you will take care of him? അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യും? I was told by my aunt who was in Dallas at the time when President John F. Kennedy was assassinated, he was put in a hospital. And all the nurses and all the doctors, there was such an alert. The man, they tried their best to save him. ഹല്ലേലൂയ, എൻ്റെ ഓൺ ഡാൻസ് പറഞ്ഞു, ജോൺ എഫ് കെന്നഡി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ
അവസാന നിമിഷങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ആ ഹോസ്പിറ്റൽ മുഴുവൻ വളരെ അലേർട്ടായിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി Because he was the president of America. അമേരിക്കൻ പ്രസിഡന്റ് Now, let ആയിരുന്നു. me tell you something. The person sitting next to you is greater than the president of America in the kingdom of God. ആമേൻ. നിങ്ങളുടെ തൊട്ടടുത്ത് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ദൈവരാജ്യത്തിൽ വിലയേറിയവൻ. They asked me, Pastor, that person is not perfect, this sister is not perfect. Let me tell you one thing. The blood was shed for him. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ പറയും ആ മനുഷ്യത്തിൽ കുറവുണ്ടല്ലോ കുറ്റങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും. That blood is shed for him. നിന്റെ അടുത്തിരിക്കുന്ന ആ സഹോദരനും സഹോദരിക്ക് വേണ്ടി They may have hurt you. അവര് They may have hurt you or offended you. അവർ നിങ്ങൾക്ക് അതിന്റെ മുറിവുണ്ടാക്കി കാണും. You just forgive them, forget them. Forgive them, don't forget them, forgive them. ദയവായി Love them, pray for them, അവരെ സ്നേഹിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക, stand for them, അവർക്കായി നിൽക്കുക, stand for them in prayer. പ്രാർത്ഥന അവരോട് ചേർന്ന് നിൽക്കുക. Look, if you lose a brother, you lose him. You don't lose anything, but heaven loses a wonderful soul. ഓ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ട നമുക്ക് വലിയ നഷ്ടമില്ല, എന്നാൽ സ്വർഗ്ഗത്തിന് വലിയ ഒരു ആത്മാവിനെ നഷ്ടപ്പെടും. Many people will come to God's church. ദൈവത്തിന്റെ സഭയിൽ അനേകർ വരും. Oh, millions of people will come. ഹല്ലേലൂയ. But one soul cannot be replaced by any other soul. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തി ഒരു റീപ്ലേസ്മെന്റ് ആകുകയില്ല. You will never get another George Samuel. വേറൊരു ജോർജ് സാമുവൽ, You will not get another George Thomas. വേറൊരു ജോർജ് തോമസ്, You will not get another person. വേറൊരു വ്യക്തിയെ വേറൊരു You are വ്യക്തിയെ fearfully and wonderfully made. നിങ്ങൾ ഭയങ്കരവും അതിശയകരവുമായി With ദൈവത്തെ that attitude, when we go and love our brother and sister, ആ മനോഭാവത്തോടെ നമ്മുടെ സഹോദരി സഹോദരന്മാർ സ്നേഹിക്കും. so let them in their misery, they said something, did something. Forget it. Don't even mention it in Jesus' name. ഹല്ലേലൂയ. അവരുടെ പ്രയാസത്തിൽ അവർ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞെങ്കിൽ ദയവായി ക്ഷമിച്ച് അവർ മറന്നു കളയുക. Love them because they are the apple of God's eye. അവരെ സ്നേഹിക്കുക, കാരണം അവർ കർത്താവിന് കണ്ടത് ഇഷ്ടമുള്ളതാണെന്ന് തിരിച്ചറിയുക. Look, I personally believe this. വ്യക്തിപരമായി ഇത് വിശ്വസിക്കുന്നു. Because somebody doesn't agree with me, that doesn't make them bad people. എന്നോട് ആരെങ്കിലും യോജിച്ചില്ലെങ്കിൽ അത് അവരെ മോശക്കാരാക്കുന്നില്ല. They are children of God. ദൈവമക്കളാണ്. I'm also a child of God. ഞാനും ദൈവത്തിനുമാണ്. I have been called to love and bless my brothers. സഹോദരിയോ സഹോദരനെയോ സ്നേഹിക്കാനും അനുഗ്രഹിക്കാനും എന്നെ വിളിച്ചിരിക്കുന്നു. We don't expect everybody to agree with us. That's okay. എല്ലാവരും നമ്മൾ യോജിക്കണമെന്നില്ല. We all have different ideas. പല ആശയങ്ങളുണ്ട്. But there is something above agreement and disagreement. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആ യോജിക്കുന്നതിനും യോജിക്കാതിരിക്കുന്നതിനും അപ്പുറമായി വേറൊരു തലം. What is that? Love. അതാണ് സ്നേഹം. I want to quickly read 1 Corinthians 13. Project it on me and then we'll- ഹല്ലേലൂയ. ഞാൻ let's start 2013 with love. 2013 സ്നേഹത്തോടെ തുടങ്ങാൻ That is where we are tested, precious people. That is where God wants to see. Do you love people? Do you still love people? If you still people oppose you, do you still love them? That is the test. And I want the whole church to win in that test. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യഥാർത്ഥ ദൈവത്തിന്റെ പരിശോധന നമുക്കായിട്ട് അനുഭവപ്പെടാൻ ഇടയാകുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ പ്രയാസത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്റെ സഹോദരനെ സഹോദരി സ്നേഹിക്കാൻ നിനക്ക് 1 Corinthians 13 verses 4 onwards. Quickly read it and then we have other thing. Love is patient. It shows compassion. Okay. Yes. 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 Hallelujah. Madi Amma, etra madi. Remember two things which the Lord puts in my mind. Number one, love never is happy in unrighteousness. I need inspiration. ഹല്ലേലൂയ. If you hear something or see some unrighteousness in your brother, probably he has hurt you or offended you. But never be happy. Rather be on your knees and say, Lord, release him, release her from that position of unrighteousness. നിങ്ങളുടെ സഹോദരനോ സഹോദരി നിങ്ങളെ മുറിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്കത് വലിയ മുറിവായി തോന്നും. ഹല്ലേലൂയ സ്തോത്രം. ആ അനീതിയിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ മുട്ടിന്മേൽ ആ അനീതിയിൽ നിങ്ങളെ രക്ഷിക്കുക. Because, child of God, you should know if somebody hurts you, God is going to be standing with you when you are innocent. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിഷ്കളങ്കരായിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചാൽ ദൈവം നമ്മളോട് കൊടുക്കും. But what should you do? എന്നാൽ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം? Lord, forgive them. They don't know what they do. കർത്താവേ, അവർ ചെയ്യുന്ന അറിയാതെ ചെയ്തു പോലെ ദയവായി ക്ഷമിക്കുക. I tell you a reward for that. അതിനൊരു പ്രതിഫലം പറയാം. When you pray like that, and when you love people from the heart, ഹൃദയത്തിൽ നിന്ന് ആളുടെ സ്നേഹിക്കും. you become a little more like Jesus. നിങ്ങൾ അല്പം കൂടെ യേശുവിനെ പോലെ When you become a little more like Jesus, you know what happens? നിങ്ങൾ യേശുവിനെ പോലെ അല്പം കൂടെ ആകുമ്പോൾ എന്താ That നടക്കുന്നത്? anointing, sweet anointing that is upon his life will flow into you.
എന്തിനു വേണ്ടിയാണ്? After that problem, പ്രശ്നത്തിന് ശേഷം you become a strong Christian. And the second thing it says, രണ്ടാമത് പറയുന്നു, love forgives. Love does not remember anything. It believes everything. It hopes for everything. സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, Believe. Faith, love believes everything. എല്ലാം വിശ്വസിക്കുന്നു. As you are going to pray, these things keep in mind. ദയവായി ഇത് ഓർക്കുക. 2013, remember what kind of people we should be. നമ്മൾ എങ്ങനെയുള്ളവരാകണം? ദൈവം Thankful ആഗ്രഹിക്കുന്നു. people, നന്ദിയുള്ളവരാകണം, prayerful people. പ്രാർത്ഥിക്കുന്നവരാകണം. The third thing was, I won't take it today, it was fruitful people. It will automatically come. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫലമുള്ളവരാകണം. അത് സ്വാഭാവികമായി വരും. May the Lord bless you in all that you do. നിങ്ങൾ ചെയ്യുന്നതിലൊക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. As we are going to minister to you now, നിങ്ങളെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. ask God for that love. ആ സ്നേഹം നിങ്ങൾ കർത്താവിന് That ചോദിക്കുക. love that will overcome all those problems in life. ജീവിതത്തിലെല്ലാം പ്രയാസങ്ങളെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. I have this song in Malayalam which means eternal love, over my love, eternal love. ഹല്ലേലൂയ. സ്നേഹം, നിത്യമായ സ്നേഹം. Just sing along with me, or just ask God, just start praying, using tongues. Open your mouth. Say, Lord, fill me with your love more and more. Help me to love. Amen. Let my life be a fruit of your love. കർത്താവേ, ദൈവത്തോട് ദയവായി പ്രാർത്ഥിക്കാൻ. കർത്താവേ, എന്നെ നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ. സ്നേഹം എന്നിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവേ എന്നെ സഹായിക്കണം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതി നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതി ഈസ്റ്ററിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു ശുദ്ധരോടൊത്തു വസിപ്പതി. ഈസ്റ്ററിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതി. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമൻ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ Keep singing. That song means let us explore that length, the breadth, the height of His love. നിത്യമാം സ്നേഹത്തിനാഴമുയരവും
so divine. ഓ സ്നേഹം എത്ര സ്വർഗീയമാണ്, എത്ര ശ്രേഷ്ഠം. Demands my soul, my life, my all. എന്റെ പ്രാണനും ദേഹിയും ആത്മാവും എല്ലാം അതിന് കൊടുക്കുവാൻ തക്കവണ്ണം യോഗ്യം. Love so amazing, so divine, demands my soul, my life, my all. Amazing love, how can it be that thou, my God, should die for me? If you want to make a commitment to the Lord this morning, തൽക്കാലം ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കാൻ as you ആഗ്രഹിക്കുന്നു, have never done before, നിങ്ങൾ ഇതുവരെ ചെയ്യാത്തതുപോലെ you can stand up very well നിങ്ങളായിരിക്കുന്നത് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. and look at what this song says. ഈ പാട്ട് എന്താണ് പറയുന്നത്? Love so amazing, so divine. സ്നേഹം എത്ര ശ്രേഷ്ഠം, എത്ര It സ്വർഗീയമാണ്. demands my soul, my life, my all. എനിക്കുള്ളതെല്ലാം എന്റെ ആത്മാവും പ്രാണനും ദേഹിയും അത് സ്നേഹം ആവശ്യപ്പെടുന്നു. Love so amazing, so divine, demands my soul, my life, my all. Amazing love, how can it be that thou, my God, should die for me? Amazing love, how can it be that thou, my God, should die for me? Father, I commit my life into your hands in the beginning of 2013. Use me. One life will soon be past. Only what you do in me and through me will last. Dear Lord, take my life and take the life of all those who are surrendered today. Have your will upon our lives. Let our lives be a sacrifice of praise unto you. You want to say a big I love you to you, Lord Jesus. Church, can you open your mouth and tell him, I love you, Jesus. Can you tell him again, I love you, Jesus. I love you, Jesus.